بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين أما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي آمين يا رب العالمين. പ്രിയപ്പെട്ട ശുദ്ധവിശ്വാസികളെ, നാം എല്ലാവരും മനുഷ്യരായിക്കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളവരാണ്. നമ്മുടെ എല്ലാവരുടെയും സൃഷ്ടിപ്പിൻ്റെ പിന്നിൽ പൊതുവായിട്ടുള്ള ഒരു ലക്ഷ്യവുമുണ്ട്. നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും ഉദ്ദേശങ്ങളും അങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ടായിരിക്കും. എന്നാൽ നമ്മെ സൃഷ്ടിച്ച സൃഷ്ടാവ് നമുക്കൊരു ലക്ഷ്യം നിശ്ചയിച്ചിട്ടുണ്ട്. അതറിയുക എന്നുള്ളത് നമ്മുടെ മേലെ നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് അറിവ് നേടുക എന്നുള്ളതിന് ഇത്രയധികം പ്രാധാന്യമുള്ളതും. ഒരിക്കലും ഒരു വിഷയത്തെക്കുറിച്ച് അറിവുള്ള വ്യക്തിയും അറിവില്ലാത്ത വ്യക്തിയും സമമാവുകയില്ല. അതുകൊണ്ട് തന്നെയാണ് ഒരു മനുഷ്യന്റെ വിജയത്തിന്റെ അടിസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ഇൽമും, രണ്ട് ഇറാദത്തും. ഒന്ന് അറിവുണ്ടാവുക എന്നുള്ളത്, രണ്ട് ഇറാദത്ത്, ആ അറിവനുസരിച്ച് കർമ്മം ചെയ്യാനുള്ള ഉദ്ദേശവും ലക്ഷ്യവും, അങ്ങനെ കർമ്മം പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളത്. അതുപോലെ തന്നെ ഒരു മനുഷ്യന്റെ നാശത്തിന്റെ അടിസ്ഥാനം ഇതിനെതിരായിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ഗഫ്ലത്ത്, അശ്രദ്ധ എന്നുള്ളത്. രണ്ട് അൽ കസ്ല്. ഗഫ്ലത്ത് എന്ന് പറഞ്ഞാൽ എന്തിനാണ് ഞാൻ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ് എന്നതിനെക്കുറിച്ച് അശ്രദ്ധമായി അറിവില്ലാതെ ജീവിക്കുക എന്നുള്ളത്. രണ്ട് കസ്ല്. കസ്ല് എന്ന് പറഞ്ഞാൽ മടി, അലസത. ഇനി അറിഞ്ഞാൽ തന്നെയും അതിനനുസരിച്ച് ജീവിതത്തിൽ കൊണ്ടുവരാതെ അലസമായി മുന്നോട്ട് പോവുക എന്നുള്ളത്. അപ്പോൾ ഇൽമാണ്, അറിവുണ്ടാവുക എന്നുള്ളതാണ്. നാം എന്തിനാണോ സൃഷ്ടിക്കപ്പെട്ടത് ആ ലക്ഷ്യം പൂർത്തീകരിക്കാൻ നമുക്ക് അടിസ്ഥാനമായിട്ടുണ്ടാകേണ്ടത് ഇൽമാണ്. എന്താണ് ഇൽമു കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇപ്പം നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് അറിവ് നേടുക, അറിവ് അറിയുക, അത് കരസ്ഥമാക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ്. എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഇൽമ്? ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എന്തിനാണ് നമ്മളിവിടെ ജനിച്ചത് എന്നുള്ളതാണ്. നമ്മൾ എന്തിനാണ് ഇവിടെ ജീവിക്കുന്നത്? ഞാൻ എന്തിനാണ് ഇവിടെ ജനിച്ചു വീണത്? ഞാൻ എന്തിനാണ് ഓരോ വർഷത്തിലും എൻ്റെ ശരീരത്തിന്റെ രൂപം മാറുന്നുണ്ട്, ഞാൻ വലുതാകുന്നുണ്ട്, പല മാറ്റങ്ങൾ സംഭവിക്കുന്നത്? എന്തിനാണ് ഇത് സംഭവിക്കുന്നത്? ഞാൻ എന്തിനാണ് മരിച്ചു പോകുന്നത്? ഈ ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുമ്പോഴാണ് അവന്റെ ജീവിത ലക്ഷ്യം അവൻ അറിഞ്ഞു എന്നുള്ള അവസ്ഥയിലെത്തുന്നത്. അതാണ് ഇൽമ്. അതാണ് ഇൽമ് ഉണ്ടാവേണ്ടത്. അതാണ് ഇൽമിന്റെ ഗായത്ത്, ഏറ്റവും എൻഡ് പോയിന്റ്, അവസാനത്തെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അതാണ്. അത് നമ്മെ സൃഷ്ടിച്ച സൃഷ്ടാവിനെ അറിയാനും ആ സൃഷ്ടാവിന്റെ കൽപ്പനകൾ അനുസരിച്ച് അവനെ ആരാധിക്കാനും വേണ്ടിയിട്ടാണ്. നമ്മുടെ ആരാണോ നമ്മെ പടച്ചത്, ആരാണോ നമ്മെ ഈ കോലത്തിലാക്കിയത്, അവനെ പറ്റി അറിയാനും അവന്റെ കൽപ്പനകൾ അനുസരിച്ച് അവനെ ആരാധിക്കാനുമാണ്. ഇതാണ് ജീവിതത്തിന്റെ ലക്ഷ്യം. രണ്ട് കാര്യങ്ങൾ. ഈ ലക്ഷ്യം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിലേക്ക് റസൂലിനെ അയച്ചതും ആ റസൂലിന്റെ കയ്യിൽ ഖുർആൻ നൽകിയിട്ടുള്ളതും, അഥവാ കിതാബ് ഇറക്കിയിട്ടുള്ളതും. അതുകൊണ്ട് തന്നെയാണ് പണ്ഡിതന്മാർ പറയാറുള്ളത്, ഇൽമിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്നെന്താണ്? ഖുർആൻ, അതിന്റെ തഫ്സീറുകൾ. രണ്ട് ഹദീസ്,
അയച്ച റസൂൽ പറഞ്ഞ വാക്കുകൾ, അതിന്റെ വിശദീകരണങ്ങൾ. ഇതാണ് ഇൽമിന്റെ, അഥവാ എന്താണോ നമ്മുടെ ജീവിത ലക്ഷ്യം അത് മനസ്സിലാക്കാൻ. ജീവിത ലക്ഷ്യം എന്താണ്? അള്ളാഹുവിനെ അറിയലും അള്ളാഹുവിനെ ആരാധിക്കലും. അത് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാനാണ് ഈ രണ്ട് കാര്യങ്ങൾ, ഖുർആനും ഹദീസും. ഇതിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുത്തുകൊണ്ട് ഉണ്ടാകുന്ന കാര്യങ്ങൾക്കാണ് ഫിഖ്ഹ് എന്ന് പറയുന്നത്. ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും എങ്ങനെയാണ് അള്ളാഹുവിനെ കുറിച്ച് അറിയേണ്ടത് എന്നും, എന്താണ് അള്ളാഹുവിനെ കുറിച്ച് അറിയേണ്ടത് എന്നും, എന്താണ് ഞാൻ അള്ളാഹുവിന് നൽകേണ്ട ഹക്ക്, ആരാധന എന്താണെന്ന് അറിയുന്നതിനാണ് ഫിഖ്ഹ് എന്ന് പറയുക. ഫിഖ്ഹിനെ പണ്ഡിതന്മാർ രണ്ടായി പറയാറുണ്ട് മനസ്സിലാകാൻ. ഫിഖ്ഹുൽ അക്ബർ എന്ന് പറയാറുണ്ട്, ഫിഖ്ഹുൽ അസ്ഗർ എന്ന് പറയാറുണ്ട്. ഫിഖ്ഹുൽ അക്ബർ എന്ന് പറഞ്ഞാൽ വിശ്വാസപരമായിട്ടുള്ള അള്ളാഹുവിനെ കുറിച്ച് അറിഞ്ഞുകൊണ്ട് വിശ്വസിക്കേണ്ട കാര്യങ്ങൾ, അഖദിയായിട്ടുള്ള അഖീദ എന്നല്ല നമ്മൾ പറയുന്ന കാര്യങ്ങൾ. ഫിഖ്ഹുൽ അസ്ഗർ എന്ന് പറഞ്ഞാൽ ഇബാദത്തുകളുമായിട്ട്, നിസ്കാരം, നോമ്പ്, അതുപോലെയുള്ള കാര്യങ്ങൾ, മുആമലാത്തുകൾ, അതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് അള്ളാഹു നമ്മെ അറിയിച്ചതിനെ കുറിച്ച് അറിയുന്നതിനാണ് എന്ത് പറയുന്നത്? ഫിഖ്ഹുൽ അസ്ഗർ എന്ന് പറയും. ഈ ഇൽമുകൾക്കാണ്, ഈ അറിവുകൾക്കാണ് ഉലൂമുൽ മഖാസിദിയ എന്ന് പറയും, അഥവാ ലക്ഷ്യമായിട്ടുള്ള അറിവ്. ഇതാണ് അറിവ് കൊണ്ട് നമ്മൾ ലക്ഷ്യമാക്കുന്നത്. അപ്പൊ നമ്മൾ അറിവ് തേടി പോകുമ്പോൾ നമുക്ക് ഈ കാര്യങ്ങളാണ് എന്ത് ചെയ്യേണ്ടത്? അറിയേണ്ടത്. ഇതിലൂടെയാണ് നമുക്ക് നമ്മുടെ ജീവിത ലക്ഷ്യമായിട്ടുള്ള അള്ളാഹുവിനെ അറിയാനും അള്ളാഹുവിനെ ആരാധിക്കാനും സാധിക്കുക. ഈ അറിവുകൾ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും, ഇതാണ് അടിസ്ഥാന പ്രമാണങ്ങൾ. ഇതിൽ നിന്ന് ഈ ഫിഖ്ഹിനെ എടുക്കാൻ വേണ്ടി, മനസ്സിലാക്കിയെടുക്കാൻ ഉപയോഗിക്കുന്ന ആലത്തുകൾ, ഉലൂമുൽ ആലത്താണ് ഉസൂലിയായിട്ടുള്ള അറിവുകൾ എന്ന് പറയുന്നത്. തഅ്സീലിയായിട്ടുള്ള അറിവുകൾ എന്ന് പറയല്ലോ, ഉസൂലുകൾ എന്ന് പറയല്ലോ, അത് ഉസൂലുൽ ലുഗ അല്ലെങ്കിൽ ഖവായിദുൽ ലുഗ, അറബി ഭാഷ അറിയണം, കാരണം ഖുർആൻ അറബിയിലാണ്, ഹദീസുകൾ അറബിയിലാണ്. അതുപോലെ ഉസൂലുൽ ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസ് അത് സ്വീകാര്യമോ അല്ലോ എന്നറിയണം. അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ഉസൂലുൽ ഫിഖ്ഹ്, ഈ ഫിഖ്ഹിനെ എങ്ങനെ ഉരുത്തിരിച്ചെടുക്കണം എന്നുള്ള ചില അടിസ്ഥാനങ്ങളുണ്ട്. ഉസൂലുൽ തഫ്സീർ, ഖുർആനെ തഫ്സീർ ചെയ്യേണ്ടത് എങ്ങനെയെന്നുള്ള അടിസ്ഥാനങ്ങളുണ്ട്. ഇതിനാണ് ഉലൂമുൽ ആല എന്ന് പറയുന്നത്. ഉലൂമുൽ ആലറ്റി, ടൂൾസ് ആയിട്ടുള്ള, ഉപകരണമായി എടുക്കേണ്ട അറിവുകൾ. എല്ലാ കാലഘട്ടത്തിലും ഇസ്ലാമിക ലോകത്ത് ഈ പറഞ്ഞ അറിവിന്റെ വ്യത്യസ്ത മേഖലകളിൽ ആഴത്തിൽ ഇറങ്ങിച്ചെന്ന പണ്ഡിതന്മാരുണ്ടായിട്ടുണ്ട്. അതായത് ഹദീസിന്റെ ഉസൂലിൽ ആഴത്തിൽ അറിവുള്ളവർ, ഫിഖ്ഹിൽ ആഴത്തിൽ അറിവുള്ളവർ, ഉസൂലിൽ അറിവുള്ളവർ, ഭാഷാപരമായിട്ട് ആഴത്തിൽ അറിവുള്ളവർ, അല്ലെങ്കിൽ ഫിഖ്ഹിയായ മസ്അലകളിൽ ആഴത്തിൽ അറിവുള്ളവർ, അഖദിയായ അഖീദയുടെ വിഷയങ്ങളിൽ ആഴത്തിൽ അറിവുള്ളവർ, ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ആ മുൻഗാമികളായ പണ്ഡിതന്മാർക്കെല്ലാം ഈ ഇൽമിന്റെ ലക്ഷ്യം എന്റെ റബ്ബിനെ അറിയലും റബ്ബിനെ ആരാധിക്കലുമാണെന്ന കൃത്യമായ ബോധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. എന്നാൽ പിൽക്കാലത്ത് വന്ന ഖലഫിന്റെ, അഥവാ സലഫുകളല്ലാത്ത പിൻഗാമികളിൽ കുറച്ചു പേരിലെങ്കിലും, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിലും കുറച്ച് ആളുകളിലെങ്കിലും, ഇൽമ് കൈകാര്യം ചെയ്യുന്ന ആളുകളിലെങ്കിലും, അവർ ഈ ഒന്നെങ്കിൽ ഉപകരണമായിട്ടുള്ള ഈ ഇൽമുകൾ, അല്ലെങ്കിൽ അതല്ലാത്ത മസ്അലകളായിട്ടുള്ള ഇൽമുകൾ, അതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് അടിസ്ഥാനപരമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട അള്ളാഹുവിനെ കുറിച്ച് അറിയുക, അള്ളാഹുവിനെ ആരാധിക്കുക എന്നതിനെക്കുറിച്ചുള്ള ചർച്ചയിൽ മാറി ഈ ഇൽമുകളിൽ മാത്രം മുഴുകുന്ന അവസ്ഥ ചില ആളുകളിലെങ്കിലും നമുക്ക് കണ്ടുവരാറുണ്ട്. അപ്പോൾ ഈ ഇൽമ് നേടുന്നതിന്റെ, പ്രത്യേകിച്ച് പഠിക്കുന്ന കുട്ടികളുണ്ട്, ഇൽമ് നേടുന്ന വലിയ ആളുകളുണ്ട്. നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത് അറിവിന്റെ ഏറ്റവും ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാര്യമാണ്. അള്ളാഹുവിനെ അറിയണം, അള്ളാഹുവിനെ അറിയണം, അള്ളാഹുവിനെ ആരാധിക്കണം. അതിൽ തന്നെ ഏറ്റവും പ്രധാനം അള്ളാഹുവിനെ അറിയുക എന്നുള്ളതാണ്. എന്നാലേ ഒരാൾക്ക് നല്ല രീതിയിൽ അള്ളാഹുവിനെ ആരാധിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ഈ ഒരു ലക്ഷ്യമാണ് നമ്മളിവിടെ ജനിച്ചു വീഴുന്നതിന്റെയും നമ്മൾ ജീവിക്കുന്നതിന്റെയും മരണത്തിന്റെയും ഉദ്ദേശം എന്നുള്ളത്. ഇത് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഇവിടെ നിയോഗിച്ചു, നമുക്ക് ഈ കാര്യങ്ങൾ നൽകി. നമ്മൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് എന്താണ് യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ സൃഷ്ടിപ്പിന്റെ, നമ്മൾ ഈ ഇബാദത്തുകൾ ചെയ്യുന്നതിന്റെ യഥാർത്ഥ റിസൾട്ട് എന്തായിരിക്കണം എന്നുള്ളത്? അതല്ലെങ്കിൽ നമ്മൾ മാത്രമാണ് ഈ ഭൂമിയിൽ, അള്ളാഹു നമ്മെ മാത്രം ഈ ഭൂമിയിലേക്ക് നിയോഗിച്ചു, എന്നിട്ട് നമുക്ക് വേണ്ടി മാത്രം ഒരു റസൂലിനെ അയച്ചു, നമുക്ക് വേണ്ടി മാത്രം ഒരു കിതാബിനെ ഇറക്കി, ആ രീതിയിൽ
നമ്മൾ ദീനിനെ മനസ്സിലാക്കാൻ, അള്ളാഹുവിനെ അറിയാൻ, അല്ലെങ്കിൽ വേറെ എല്ലാ ചിന്തകളും വിട്ടിട്ട് ഈ അള്ളാഹു നമ്മെ സൃഷ്ടിച്ചു, അതിന്റെ ലക്ഷ്യം പൂർത്തീകരിക്കുക എന്നുള്ളതിൽ മാത്രം നമ്മൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? യഥാർത്ഥത്തിൽ മനുഷ്യന്റെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യാത്രയാണ്. ആ യാത്ര ചില പണ്ഡിതന്മാർ പറയാറുണ്ട്, 4 കലിമത്തുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പറയാറുണ്ട്. ഒന്ന് മിനല്ലാ, അള്ളാഹുവിൽ നിന്ന്, അതിന്റെ തുടക്കമാണ്. അതിന്റെ അവസാനം ഇലല്ലാ, അള്ളാഹുവിലേക്കാണ് അതിന്റെ അവസാനവും. അള്ളാഹുവിൽ നിന്ന് അള്ളാഹുവിലേക്കുള്ള യാത്ര. ഇതിന്റെ ഇടയിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ 2 എണ്ണമാണ്. ഒന്ന് ബില്ലാ, 2 ലില്ലാ. ഒന്ന് ബില്ലാ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ കൊണ്ട്, നമ്മുടെ ജീവിതത്തിലെ കാര്യങ്ങളെല്ലാം അള്ളാഹുവിനെ കൊണ്ടാണ് നടക്കുന്നത് എന്നത് പൂർത്തീകരിക്കുക. 2 ലില്ലാ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അള്ളാഹുവിന് വേണ്ടി മാത്രം ചെയ്യുക. ഈ 4 കലിമത്തുകളാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒന്ന് പൂർത്തീകരിക്കുക. അള്ളാഹുവിൽ നിന്ന് വന്നു, അള്ളാഹുവിലേക്ക് മടങ്ങും, അതിൽ സംശയമല്ല. അപ്പൊ ഈ ലോകത്ത് ബില്ലാ ലില്ലാ, അള്ളാഹുവിനെ കൊണ്ടാണ് എന്റെ കാര്യങ്ങൾ നടക്കുന്നത്, അള്ളാഹുവിനെ കൊണ്ടല്ലാതെ ഒരു കഴിവും ശക്തിയുമില്ല. ഏത് കാര്യവും ഞാൻ ഒരു നിമിഷം ശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് അള്ളാഹുവിനെ കൊണ്ടാണ്. ചെറിയൊരു കാര്യം അത് അള്ളാഹുവിനെ കൊണ്ടാണ്, വലിയ കാര്യം അതും അള്ളാഹുവിനെ കൊണ്ടാണ്. രണ്ടാമത്തെ ഇല്ല, എന്റെ പ്രവർത്തനങ്ങൾ അത് അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കണം, അവൻ പറഞ്ഞതുപോലെ അവന് വേണ്ടി മാത്രമായിരിക്കണം. ഇതാണ് നമ്മൾ തെളിയിക്കേണ്ടത്. ഇത് പൂർത്തീകരിക്കാനാണ് അള്ളാഹു നമ്മെ ഇവിടെ ഈ ഭൂമിയിലേക്ക് നിയോഗിച്ചിട്ടുള്ളത്. ഇനി അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ നിയോഗിച്ചപ്പോ മനുഷ്യനെ പ്രധാനമായും 2 ഭാഗങ്ങളിൽ നിന്നാണ് സൃഷ്ടിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഭൂമിയിലേക്ക് നിയോഗിച്ചിട്ടുള്ളത്. ഒന്ന് മനുഷ്യന്റെ ഈ തടി, നമ്മുടെ ഓരോരുത്തരുടെയും ശരീരം, അത് അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത് എന്തുകൊണ്ടാണ്? നമുക്കറിയാം, എന്താണ്? മണ്ണുകൊണ്ടാണ്, ഭൂമിയുടെ ഭാഗം കൊണ്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. ആ തടി മാത്രമാണോ നമുക്കുള്ളത്? അല്ല. അതിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ച കാര്യമാണ് റൂഹ് എന്നുള്ളത്. റൂഹ് അള്ളാഹു സുബ്ഹാനഹു വ തആല ആകാശലോകത്ത്, അതിനെക്കുറിച്ച് കൂടുതൽ നമുക്കറിവില്ല, അറിയുന്ന ചെറിയ കാര്യങ്ങൾ, ആകാശലോകത്ത് നിന്ന് പടച്ച് അതിനെ ഭൂമിയിൽ നിന്ന് നിർമ്മിച്ചിട്ടുള്ള ഈ ഒരു വസ്തുവിലേക്ക്, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലേക്ക് അതിനെ അള്ളാഹു കൃത്യമായൊരു സമയത്ത് നൽകിയതാണ്. അങ്ങനെയാണ് നമ്മൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മനുഷ്യൻ എന്നുള്ള വർഗ്ഗം, നമ്മൾ ഓരോരുത്തരുടെയും അസ്തിത്വം ഭൂമിയിൽ നിന്നുള്ള മണ്ണുകൊണ്ടുണ്ടാക്കിയുള്ള ശരീരവും ആകാശത്ത് നിന്നുള്ള റൂഹും കൂടി ചേർന്നതാണ്. അപ്പൊ ഈ 2 കൊണ്ടും നമ്മൾ അള്ളാഹുലേക്കുള്ള യാത്രയിലാണ്. ഒന്ന്, നമ്മുടെ ശരീരം പോയിക്കൊണ്ടിരിക്കുകയാണ്. 10 കൊല്ലം മുമ്പുള്ള നമ്മുടെ ശരീരമല്ല ഇന്ന് നമുക്കുള്ളത്. 10 കൊല്ലം കഴിഞ്ഞാൽ ഇന്നുള്ളത് പോലെയല്ല നമ്മൾ ഉണ്ടാവുക. അല്ലെങ്കിൽ 20, 30, 40, 50, 60 എത്രയോ വർഷങ്ങൾ കഴിയുന്നതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ശരീരം കൊണ്ട് അള്ളാഹുവിലേക്ക് പോകും. അതിൽ സംശയമല്ല. എന്തായാലും അള്ളാഹുവിലേക്ക് നമ്മൾ മടങ്ങുന്നവരാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇതേപോലെ തന്നെ ഒരു യാത്ര നമ്മുടെ റൂഹ് കൊണ്ടും ഇവിടെ നടക്കേണ്ടതുണ്ട്. നമ്മുടെ റൂഹ് കൊണ്ടും ഈ യാത്ര നടക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് നമ്മൾ അടുക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള റൂഹ്, അള്ളാഹുലേക്ക് അടുക്കുന്ന റൂഹാണ് ഒരു ശരീരത്തിൽ നിന്ന്, ഈ ശരീരത്തിൽ നിന്ന് റൂഹ് പിടിക്കാൻ മലക്കുൽ മൗത്ത് പുറത്തേക്ക് വരാൻ പറയുമ്പോൾ അള്ളാഹുവിനെ കുറിച്ച് അറിവോടുകൂടി അള്ളാഹുവിലേക്ക് അടുത്തിട്ടുള്ള റൂഹ് എത്രയും പെട്ടെന്ന് എന്താകും? ആ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പോകും. കാരണം അവൻ അള്ളാഹുവിലേക്ക് മടങ്ങാണ്. മലക്കുൽ മൗത്ത് തലഭാഗത്ത് വന്നിട്ട് വിളിക്കും, ഉഖ്റുജി അയ്യത്തുഹൻ നഫ്സു ത്വയ്യിബ, ത്വയ്യിബായിട്ടുള്ള നഫ്സെ നീ പുറത്തേക്ക് വരും എന്ന് പറയുമ്പോൾ ഒരു കൂജയിൽ നിന്ന് വെള്ളം ഒഴിക്കുന്നത് പോലെ വേഗത്തിൽ തന്നെ ആ റൂഹ് മലക്കുൽ മൗത്തിന്റെ അടുക്കിലേക്ക് പോകും. എന്നാൽ ഈ ശരീരത്തിന്റെ കാര്യങ്ങൾ മാത്രം, ഭൂമിയുടെ കാര്യങ്ങൾ മാത്രം ചിന്തിച്ച് അത് ലക്ഷ്യമാക്കി ജീവിച്ച റൂഹാണെങ്കിലോ, ഖബീസായിട്ടുള്ള റൂഹാണെങ്കിലോ, മലക്കുൽ മൗത്ത് പുറത്തേക്ക് വരാൻ പറയും, പുറത്തേക്ക് വരില്ല. എന്താ ഉണ്ടാവുക? പിടിച്ചു വലിച്ച്, ഒരു നനഞ്ഞ പഞ്ഞിക്കെട്ടിൽ നിന്ന് ഒരു ഇരുമ്പ് കൊളുത്തുകൾ പിടിച്ചു വലിച്ചെടുക്കുന്നത് പോലെ ആ ശരീരത്തിൽ നിന്ന് റൂഹിനെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകും. കാരണം ആ റൂഹ് ഒരിക്കൽ പോലും അള്ളാഹുലേക്കുള്ള യാത്ര എന്താണെന്ന് അറിഞ്ഞിട്ടില്ല, എന്താണെന്ന് ആസ്വദിച്ചിട്ടില്ല. അപ്പോ ആ കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതുണ്ട്, ആ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ ഇതിനില്ല, നമ്മൾ ഞായറാഴ്ചകളിൽ ഇൻഷാ അല്ലാഹ് ഇന്നു മുതൽ ആരംഭിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു ഗ്രന്ഥം, ചിലരെങ്കിലും ഇൽമിന്റെ വശങ്ങളിൽ അല്ലെങ്കിൽ ദീനിയായിട്ടുള്ള വിഷയങ്ങളിൽ കേൾക്കുന്ന ആളുകൾ കേൾക്കാൻ സാധ്യതയുള്ള ഒരു കിതാബാണ്
മദാരിജുസ് സാലിക്കീൻ ബൈന മനാസിലി ഇയ്യാക നഅ്ബുദ് വ ഇയ്യാക നസ്തഈൻ എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് എഴുതിയിട്ടുള്ള ഒരു ഗ്രന്ഥം. ആ ഗ്രന്ഥത്തിന്റെ സംക്ഷിപ്തമായിട്ടുള്ള, അതിനെ വളരെ ചുരുക്കിക്കൊണ്ട് അതിൽ വലിയ ചർച്ചകളൊക്കെ ഒഴിവാക്കി ഒരു സാധാരണക്കാരനായ മുസ്ലിം മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട്, അതും ഈ മദാരിജുസ് സാലിക്കീൻ എന്നുള്ള ഗ്രന്ഥത്തിലെ അഅ്മാലുൽ ഖുലൂബ്, ഖൽബിന്റെ പ്രവർത്തനങ്ങൾ മാത്രം എടുത്തിട്ടുള്ളൊരു കിതാബാണ് നമ്മൾ ആരംഭിക്കാൻ പോകുന്നത്. നേരത്തെ പറഞ്ഞു നിർത്തിയതിന്റെ കുറച്ച് ബാക്കി പറയാനുണ്ട്. ഇത് ഈ കിതാബിനെ കുറിച്ച് പറഞ്ഞിട്ട് അള്ളാഹു നിയോഗിച്ചതിന്റെ ബാക്കി കുറച്ചുകൂടി പറയാനുണ്ട്. അപ്പൊ ആദ്യം ഈ കിതാബിനെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. ഈ കിതാബ് യഥാർത്ഥത്തിൽ അബു ഇസ്മായിൽ അബ്ദുല്ലാഹ് ബിൻ മുഹമ്മദ് അൽ ഹർവി അൽ അൻസാരി എന്ന അഹ്ലുസുന്നയുടെ ഇമാമായി അറിയപ്പെടുന്ന, ഇമാമിങ്ങളിൽ എണ്ണപ്പെട്ടിട്ടുള്ള പണ്ഡിതനായിട്ടുള്ള ഹിജറ 481 വഫാത്തായ അബു ഇസ്മായിൽ മുഹമ്മദ് അൽ ഹറവി എന്ന പണ്ഡിതൻ എഴുതിയ മനാസിലുസ് സാഇരീൻ എന്നുള്ളൊരു കിതാബിന്റെ ഷർഹാണ് മദാരിജുസ് സാലിക്കീൻ എന്നുള്ളത്. അബു ഇസ്മായിൽ മുഹമ്മദ് അൽ ഹറവി എന്ന ഹിജറ 481 മരണപ്പെട്ട പണ്ഡിതന്റെ മനാസിലുസ് സാഇരീൻ എന്ന കിതാബിന്റെ ഷർഹാണ് യഥാർത്ഥത്തിൽ മദാരിജുസ് സാലിക്കീൻ എന്നറിയപ്പെടുന്നത്. ഈ കിതാബിന് വേറെയും ധാരാളം പണ്ഡിതന്മാർ 10-28 ഷർഹുകൾ എഴുതിയിട്ടുണ്ട്. അതിലൊന്നു മാത്രമാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളയുടെ ഈ മദാരിജുസ് സാലിക്കീൻ എന്നുള്ള കിതാബ്. ഈ ഒരു കിതാബ് അഥവാ മനാസിലുസ് സാഇരീൻ എന്നുള്ള കിതാബ് ഹിജറ 4-ാം നൂറ്റാണ്ടിൽ 5-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിട്ടുള്ള ഈ പണ്ഡിതൻ എഴുതാനുണ്ടായ സാഹചര്യം, അദ്ദേഹത്തിന്റെ അടുക്കൽ ചില ആളുകൾ, ചില വിദ്യാർത്ഥികൾ, തൽപരരായിട്ടുള്ള ആളുകൾ അള്ളാഹുവിലേക്കുള്ള യാത്രയിൽ ഒരു മനുഷ്യൻ എത്തിച്ചേരേണ്ട, ഒരു മനുഷ്യൻ കടന്നു പോകുന്ന വ്യത്യസ്ത മൻസിലത്തുകൾ അല്ലെങ്കിൽ മക്കാമുകൾ, സ്ഥാനങ്ങൾ, അഥവാ റൂഹിന്റെ അള്ളാഹുവിലേക്കുള്ള യാത്രയിൽ ഒരു മനുഷ്യൻ എത്തിച്ചേരുന്ന, ജീവിതത്തിൽ ഓരോ ഘട്ടങ്ങളിലായിട്ട് എത്തിച്ചേരുന്ന വ്യത്യസ്ത സ്ഥാനങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ച് ഒരു കിതാബ് എഴുതണമെന്ന ആവശ്യപ്രകാരം അദ്ദേഹം എഴുതിയ കിതാബാണ് മനാസിലുസ് സാഇരീൻ. അദ്ദേഹം തസവുഫിനോട് താല്പര്യമുള്ള ഒരു വ്യക്തിയായിരുന്നു, അഥവാ സൂഫി എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ്. ഈ തസവുഫ്, സൂഫി എന്നൊക്കെ പറയുമ്പോൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ സൂഫി എന്ന് പറയുമ്പോൾ ബിദ്അത്തിന്റെയും ഖുറാഫാത്തിന്റെയും അങ്ങനെ പഴച്ച വിഭാഗങ്ങൾ എന്ന അർത്ഥത്തിലും നമ്മൾ പൊതുവെ കേട്ടിട്ടുള്ളതും ഉപയോഗിക്കാറുള്ളതും. സലഫുകളുടെ ഇടയിൽ തസവുഫ് എന്നൊരു കാര്യം ഉണ്ടായിരുന്നു, സുഹദിന്റെയും അള്ളാഹുലേക്ക് ഖൽബ് തഅല്ലുഖായിട്ടുള്ള ആ രീതിയിലുമുള്ളത്. അപ്പോൾ ഈ ഹറവി റഹിമഹുള്ളയുടെ മനാസിലുസ് സാഇരീൻ എന്ന കിതാബിനെ പല സൂഫികളും എടുത്ത് അവർ വായിക്കാറും അതിൽ പരാമർശിച്ചിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങളുടെ ആദർശത്തിന്, ആശയത്തിന് യോജിച്ചതാണ് എന്നെല്ലാം പറയാറുണ്ട്. അതായത് സൂഫികളിലെ ഏറ്റവും പഴച്ച ഒരു വാദമാണ് വഹ്ദത്തുൽ വുജൂദ് എന്ന് പറഞ്ഞാൽ, അഥവാ എല്ലാം അള്ളാഹുവാണ്, ഞാനും അള്ളാഹുവാണ്, എല്ലാം അള്ളാഹുവാണ്, അള്ളാഹു മാത്രമേ ഉള്ളൂ എന്നുള്ള വാദം. അത് ഈ കിതാബിലുണ്ട് എന്ന് പറഞ്ഞ്, അഥവാ ഹറവിയുടെ കിതാബിലുണ്ട് എന്ന് പറഞ്ഞ് അവരിത് വായിക്കാറുണ്ട്. പക്ഷേ ഇമാം ഹറവിയെ പറ്റി പണ്ഡിതന്മാർ അവർ പറഞ്ഞിട്ടുണ്ട്. ഇമാം ദഹബി, ഇബ്നുൽ ഖയ്യിം, ഇബ്നു റജബ്, ആധുനികരായ പണ്ഡിതന്മാരും അദ്ദേഹം അഹ്ലുസുന്നയുടെ ഇമാമാണെന്ന്. കാരണം ഈ സൂഫികൾ വഹദത്തുൽ വുജൂദാണെന്ന് പറഞ്ഞ് ഈ കിതാബിൽ നിന്ന് പറയാറുള്ള പല കാര്യങ്ങളും വഹദത്തു ശുഹൂദാണ് ഇമാം ഹറവി ഉദ്ദേശിച്ചിട്ടുള്ളത്. വഹദത്തു ശുഹൂദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഹദത്തുൽ വുജൂദ് മനസ്സിലായല്ലോ, എല്ലാം അള്ളാഹു ആണെന്ന് പറയുന്നു. വഹദത്തു ശുഹൂദ് എന്ന് പറഞ്ഞാൽ ഖൽബ് അള്ളാഹുമായി തഅല്ലുഖായി, അള്ളാഹുമായിട്ട് അടുത്ത അവസ്ഥയിൽ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അത് അള്ളാഹുവിന് വേണ്ടി എന്ന നിലക്കാകുന്നതിനാണ് വഹദത്തു ശുഹൂദ് എന്ന് പറയുന്നത്. പക്ഷേ ആ വഹദത്തു ശുഹൂദിനെ അവർ ന്യായീകരിച്ച് വഹദത്തുൽ വുജൂദാണെന്ന്, അവരുടെ ആളാണെന്ന് പറയാറുണ്ട്. ഇപ്പൊ ഒരു പണ്ഡിതന്റെ ഒരു വാക്ക് ഒരു കിതാബിൽ രണ്ടർത്ഥത്തിൽ വ്യാഖ്യാനിക്കുന്നുണ്ട് എങ്കിൽ അതിന്റെ ശരിയായ ഉദ്ദേശം എങ്ങനെ മനസ്സിലാക്കുക? ആ പണ്ഡിതന്റെ മറ്റുള്ള കിതാബുകൾ പരിശോധിച്ചു നോക്കണം. അത് പരിശോധിച്ചു നോക്കിയാൽ ഈ വാദങ്ങളുള്ള അള്ളാഹു അലിയാണ്, അള്ളാഹു ഉന്നതനാണ്, ദാത്തുകൊണ്ട് സൃഷ്ടികളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നവനാണ് എന്ന അഹ്ലുസുന്നയുടെ അഖീദ കൃത്യമായി പഠിപ്പിക്കുന്ന ഇൽമുൽ കലാമിന്റെ ഇതുപോലെ പിഴച്ച വാദങ്ങളുള്ളവർക്ക് റദ്ദ് എഴുതിയ ധാരാളം കിതാബുകൾ ഇമാം ഹറവിക്ക് ഉണ്ട് താനും. അപ്പോൾ ഈ നിലക്ക് പറയാറുണ്ടെങ്കിലും ഇമാം ഹറവി അഹ്ലുസുന്നയുടെ ഇമാമിങ്ങൾപ്പെട്ട വ്യക്തി തന്നെയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ കിതാബിന്റെ ഷർഹ് ആണ് മദാരിജുസ് സാലിക്കീൻ എന്ന് പറയുന്നത്.
മദാരിജ് സാലിക്കിൻ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് ഒന്നുകൂടി നല്ല രീതിയിൽ ആ കാര്യങ്ങൾ വിശദീകരിച്ച് നല്ല രീതിയിൽ അതിനെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ മനാസിലുസ് സായിരീൻ എന്നുള്ള ഇതിന്റെ അടിസ്ഥാന കിതാബിൽ 10 തലക്കെട്ടുകളിലായിട്ട് അള്ളാഹുലേക്കുള്ള യാത്രയുടെ ഓരോന്നിലും 10 കാര്യങ്ങളായിട്ട് 100ഓളം കാര്യങ്ങളാണ് അതിൽ ഇമാം ഹറബി പരാമർശിച്ചിട്ടുള്ളത്. തുടങ്ങുന്നത് യഖ്ളത്ത് അഥവാ ഗഫലത്തിൽ നിന്ന് മാറിയിട്ടുള്ള അവസ്ഥ, തൗബ പാപങ്ങളിൽ നിന്ന് അള്ളാഹുലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങി, മുഹാസബ സ്വന്തത്തെ വിചാരണ ചെയ്ത്, അങ്ങനെ കുറെ ബാബുകൾ. പിന്നെ ഖൗഫ്, ഇഷ്ഫാഖ്, ഖുശൂഅ് അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം, ഇഷ്ടം, സുഹദ്, വറഅ് അങ്ങനെ കുറെ ബാബുകൾ, ടോപ്പിക്കുകൾ, ഓരോ മഖാമുകൾ. അതുപോലെ തന്നെ അങ്ങനെ തവക്കുല്, സ്വബ്ർ, റിളാ, ശുക്ർ, ഹയാ, ഖസ്ദ്, അസ്മ്, ഇഹ്സാൻ, മഹബ്ബ, ഗൈറത്ത്, ലഹ്ള, വഖ്ത്, കാശഫ അങ്ങനെ എല്ലാം പറഞ്ഞിട്ട് അവസാനം പറയുന്നതാണ് അത്തൗഹീദ്. ഇതിന്റെ എല്ലാം പൂർത്തീകരണമാണ് എന്ത്? യഥാർത്ഥ തൗഹീദ് അഥവാ നമ്മളെ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം. അതിലേക്ക് എത്തിക്കുന്ന ഒരു രീതിയിലാണ് മനാസിലുസ് സായിരീൻ എഴുതിയിട്ടുള്ളത്. മദാരിജുസ് സാലിക്കീനിൽ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് ഇതിനെ ഈ ഓർഡറിലല്ലാതെ വിശദീകരിച്ചിട്ടുണ്ട്. പക്ഷെ അവസാനം തൗഹീദിലേക്ക് എത്തിച്ചുകൊണ്ട് കാര്യങ്ങളെ മനോഹരമായിട്ട് വിശദീകരിച്ചു തരുന്നുണ്ട്. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹയെ കുറിച്ച് കൂടുതൽ പറയാതെ തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ് സലഫി നഹ്ജിൽ അല്ലെങ്കിൽ ഈ ഒരു മൻഹജിനെ ഏറ്റവും നല്ല രീതിയിൽ പഠിപ്പിച്ചിട്ടുള്ള ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ അഥവാ ഒരുപാട് ശുബ്ഹത്തുകൾ ഉണ്ടായിരുന്ന കാലത്ത് എന്താണ് യഥാർത്ഥ സലഫുകളുടെ അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നേരിട്ട് ദീൻ പഠിച്ച സ്വഹാബികളും താബിഈങ്ങളും എങ്ങനെയാണ് ദീനെ മനസ്സിലാക്കിയിട്ടുള്ളത് എന്ന് പഠിപ്പിച്ച പ്രധാനപ്പെട്ട പണ്ഡിതന്മാർ, ചരിത്രത്തിലെ പണ്ഡിതന്മാരാണ് ഇബ്നു തൈമിയ്യ റഹിമഹുള്ളയും ഇബ്നു ഖയ്യിം റഹിമഹുള്ളയും. അപ്പോ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് അത് ആ രീതിയിൽ വിശദീകരിച്ച് എഴുതി. ആ കിതാബിനെ മദാരിജുസ് സാലിക്കീൻ എന്നുള്ള കിതാബിനെ അതിന് പല പേരുകൾ അറിയപ്പെടാറുണ്ട് കേട്ടോ. മദാരിജുസ് സാലിക്കീൻ എന്നുള്ളതിന് മറാഹിലുസ് സായിരീൻ ബൈന മനാസിൽ ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ, അതുപോലെ തന്നെ മദാരിജുസ് സാലിക്കീൻ ഫി മനാസിലിസ് സായിരീൻ, ഇർഷാദുസ് സാലിക്കീൻ ഇലാ ശർഹി മനാസിലിസ് സായിരീൻ, ഇങ്ങനെ പല പേരിൽ ഈ കിതാബ് അറിയപ്പെടാറുണ്ട്. അതിനെ കുറച്ച് ഗവേഷകരായിട്ടുള്ള പണ്ഡിതന്മാർ, വിദ്യാർത്ഥികൾ അവരൊന്ന് ചുരുക്കിയിട്ട് തഹ്ദീബ് ചെയ്തിട്ടൊന്ന് നന്നാക്കി എടുത്തിട്ട് അതിൽ വലിയ ചർച്ചകൾ ഒഴിവാക്കി ചുരുക്കി അതിന്റെ 1/3 തഹ്ദീബ് മദാരിജുസ് സാലിക്കീൻ അല്ലെങ്കിൽ തഖ്രീബ് മദാരിജുസ് സാലിക്കീൻ എന്ന പേരിൽ ഒരു കിതാബ് ഉണ്ടാക്കി. അഥവാ മദാരിജുസ് സാലിക്കീനെ 1/3 ചുരുക്കിയിട്ട് അതിനെ അവർ വീണ്ടും ഒന്നുകൂടി ചുരുക്കി, ഈ തഖ്രീബിനെ ഒന്നുകൂടി ചുരുക്കിയിട്ട് എഴുതിയ കിതാബാണ് നമ്മൾ വായിക്കാൻ ഉദ്ദേശിക്കുന്ന അൽ ഇക്സീർ എന്ന പേരുള്ള കിതാബ്. അൽ ഇക്സീർ എന്നുള്ള പേര് ഉപയോഗിക്കാനുള്ള കാരണം ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ്, ഇക്സീർ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ എലിക്സിർ എന്ന് പറയും. അതായത് ഏതൊരു ലോഹത്തെയും സ്വർണമാക്കാൻ പറ്റുന്ന, ഏതൊരു രോഗത്തിനും ഷിഫ നൽകുന്ന, ശാശ്വതമായ ജീവൻ നൽകുന്ന വസ്തു എന്ന് ശാസ്ത്രജ്ഞന്മാരുടെ ഇടയിൽ പറയുന്ന, ഭൗതികമായിട്ടുള്ള ശാസ്ത്രജ്ഞന്മാരുടെ ഇടയിൽ പറയുന്ന ഒരു വാക്കാണ് ഇക്സീർ എന്ന് പറയുന്നത്. അത് തൗഹീദാണ് ഇക്സീർ എന്ന് പറഞ്ഞുകൊണ്ട് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് ഒരു വാക്ക് പറയുന്നുണ്ട്. എല്ലാ പാപത്തിനെയും നന്നാക്കി കളയുന്ന, അല്ലെങ്കിൽ തൗഹീദ് ഉൾക്കൊള്ളുന്നതോടെ എന്തായി, ബാക്കിയുള്ളതെല്ലാം മാറി, നന്നായി. അങ്ങനെയുള്ള തൗഹീദിനെ ഇക്സീർ എന്ന പേരിൽ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പല കിതാബുകളിലും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ പേര് ഇതിന് നൽകപ്പെട്ടിട്ടുള്ളത് അല്ലെങ്കിൽ എടുക്കാനുള്ള കാരണം. അപ്പോ ഈ കിതാബിൽ ഏകദേശം 40 ചില്ലാനം മഖാമുകൾ, മൻസിലത്തുകളാണ് ചർച്ച ചെയ്യുന്നത്. യഥാർത്ഥ കിതാബിൽ 100ഓളം ഉണ്ട്. പക്ഷേ ഇതിൽ 40 ചില്ലാനം മൻസിലത്തുകൾ, അതിൽ പ്രധാനപ്പെട്ട മൻസിലത്തുകൾ വലിയ ചർച്ചകളില്ലാതെ എളുപ്പത്തിൽ മനസ്സിലാക്കുന്ന രീതിയിലാണ് ഈ കിതാബിൽ പറയുന്നത്. അപ്പോൾ അതാണ് നമുക്ക് വായിക്കാനുള്ളതും മനസ്സിലാക്കാനുള്ളതും. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയ അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്കുള്ള യാത്ര എന്ന് പറഞ്ഞല്ലോ, അതിൽ മനുഷ്യന് ശരീരവും റൂഹും നൽകിയിട്ടുണ്ട്. ഇതിൽ മനുഷ്യന് പരീക്ഷണമായിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല വെച്ചിട്ടുള്ള മറ്റൊരു കാര്യമാണ് നഫ്സ് എന്നുള്ളത്. നഫ്സും റൂഹും ഒന്നുമാണോ അല്ലയോ 2 എന്നുള്ള ചർച്ചകളൊക്കെ കാണാൻ സാധിക്കും. അത് വലിയ ആഴത്തിൽ പോകേണ്ട കാര്യമല്ല. പക്ഷെ നമ്മുടെ അനുഭവത്തിൽ നമുക്ക് മനസ്സിലാകുന്ന ചില കാര്യങ്ങളുണ്ട്. ഈ നഫ്സ് കൂടുതൽ താല്പര്യം കാണിക്കുന്നത് ശരീരത്തിന്റെ ആസ്വാദനങ്ങളോടായിരിക്കും. ശരീരത്തിനുണ്ടാകുന്ന ഭൗതികമായിട്ടുള്ള ആസ്വാദനങ്ങളോടാണ്. അത് ഹലാല് പരിധി വിട്ടിട്ടുണ്ടാകും, ഹറാമുകൾ ഉണ്ടാകും, അതുപോലുള്ള കാര്യങ്ങളായിരിക്കും. റൂഹാണെങ്കിലോ അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള ഇൽമ്, ആകാശലോകത്തും സൃഷ്ടിക്കപ്പെട്ടത് കൊണ്ട് തന്നെ ആ ഇൽമിന് തൽപരനും അള്ളാഹുവിനനുസരിച്ച് ജീവിക്കാൻ താല്പര്യം കാണിക്കുന്നതായിരിക്കും. ഇത് രണ്ടും തമ്മിലുള്ള ഒരു യുദ്ധം, ഒരു പോരാട്ടം നമ്മുടെ ഖൽബിൽ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ദാഉദവ എന്നുള്ള കിതാബ് ഇബ്നു ഖയ്യിം റഹിമഹുള്ളയുടെ നമ്മൾ ഇവിടെ വായിച്ചിട്ടുണ്ട്. അതിൽ ഈ ഒരു ഭാഗം പിന്നെ വളരെ ആഴത്തിൽ ഇബ്നു ഖയ്യിം റഹിമഹുള്ള
ഒരു യുദ്ധം എന്ന നിലക്ക് തന്നെ അതിനെപ്പറ്റി പറയുന്നുണ്ട്. എന്നാൽ നമുക്കൊക്കെ ജീവിതത്തിൽ അനുഭവമുള്ള ഒരു കാര്യമാണ്. അതായത് നമ്മളൊരു പാപം ചെയ്യാൻ നമ്മൾ ഒറ്റക്കാകുന്ന ഒരു സന്ദർഭം, അല്ലെങ്കിൽ ഒരു പാപം ചെയ്യുന്ന സന്ദർഭം ആലോചിച്ചാൽ നഫ്സ് ആ പാപത്തിന് താല്പര്യം കാണിക്കും. അതേസമയം റൂഹിന് അതിനെക്കുറിച്ച് അറിവുണ്ട് എന്നെങ്കിൽ, അള്ളാഹുവിനെ കുറിച്ചും ദീനിനെ കുറിച്ചും അറിവുണ്ട് എങ്കിൽ ആ റൂഹ് നമ്മളോട് പറയും ആ തെറ്റ് ചെയ്യേണ്ട, അതിനെ അപകടത്തിലേക്ക് എത്തിക്കും എന്നുള്ള തോന്നൽ നമ്മുടെ ഉള്ളിലുണ്ടാകും. എന്നാൽ ഇതിലേതാണോ കൂടുതൽ നമ്മൾ വീണുപോകുന്നത് അതനുസരിച്ചാണ് അതിന്റെ റിസൾട്ട് ഉണ്ടാവുക. ചിലപ്പോൾ നഫ്സിനാണ് കൂടുതൽ ശക്തിയെങ്കിൽ നമ്മുടെ ഖൽബ് അതിനോട് ചായുകയും നമ്മൾ ആ പാപം ചെയ്യുന്ന അവസ്ഥയിലുണ്ടാകും. റൂഹിനാണ് കൂടുതൽ ശക്തിയെങ്കിൽ അതിനെക്കുറിച്ച് താക്കീത് ചെയ്ത് ആ പാപത്തെ നമ്മൾ ഒഴിവായി മാറും. ഇത് രണ്ടും തമ്മിലുള്ള യുദ്ധം നടക്കുന്ന പ്ലാറ്റ്ഫോമാണ് ഖൽബ് എന്ന് പറയുന്നത്. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നുണ്ട് അതിനുള്ള സ്ഥാനമാണ് ഖൽബ്. അപ്പൊ ഈ ഖൽബിനെ ഏതിനുള്ള സ്ഥലമാക്കി കൊടുക്കുന്നു, റൂഹിനുള്ള ഇൽമിന്റെ അടിസ്ഥാനത്തിലുള്ള അതിനനുസരിക്കുന്ന അവസ്ഥയിലാകുന്നുവോ, അതല്ല നഫ്സ് പാപങ്ങൾക്കും ദേഹേച്ഛകൾക്കും ഇഷ്ടപ്പെടുന്ന അവസ്ഥയിലാകുന്നുവോ, ഇതിനനുസരിച്ചിട്ടാണ് അവന്റെ ജീവിതത്തിൽ ഈ യാത്രയിൽ മുന്നേറാനും അതുപോലെ തന്നെ വിജയം നേടാനും സാധിക്കുക. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ, നമ്മളെല്ലാവരും കേട്ട് പരിചയിച്ചിട്ടുള്ള, നമുക്ക് പലർക്കും ഹിഫ്ദുള്ള ഒരു ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, അലാ വഇന്ന ഫിൽ ജസദി മുദ്ഗതൻ, നിങ്ങൾ മനസ്സിലാക്കണം, ശരീരത്തിൽ ഒരു മാംസകഷ്ണമുണ്ട്. ഇദാ സലഹത് സലഹൽ ജസദു കുല്ലുഹു, അത് നന്നായി കഴിഞ്ഞാൽ ശരീരം മുഴുവൻ നന്നാകും. വഇദാ ഫസദത്, അതെങ്ങാനും കേടുവന്നാൽ, ഫസാദായാൽ, ഫസദൽ ജസദു കുല്ലുഹു, ശരീരം മുഴുവൻ കേടാവുകയും ചെയ്യും. അഥവാ മലിക്കുൽ അഅബ എന്നാണ് ഖൽബിനെ പറ്റി പണ്ഡിതന്മാർ പറയാറുള്ളത്. അവയവങ്ങളുടെ രാജാവാണ് എന്നാണ്. അത് നന്നായാൽ ശരീരം കൊണ്ടുള്ള കർമ്മങ്ങളൊക്കെ നന്നാകുന്ന അവസ്ഥയുണ്ടാവും. അവന് അതിന്റെ അടയാളം അവന് ലാഹിറായി കാണും. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ പിൻപറ്റുന്ന അവന്റെ രൂപത്തിലുണ്ടാവും, അവന്റെ സ്വഭാവത്തിലുണ്ടാവും, എല്ലാം മാറും. അത് ഫസാദായാലോ അവന്റെ പ്രവർത്തനങ്ങൾ അങ്ങനെയായിരിക്കും, പാപങ്ങളിലേക്ക് ശരീരം ആകർഷിക്കപ്പെടുന്ന അതുപോലുള്ള കാര്യങ്ങളായിരിക്കും. അലാ വഹിയൽ ഖൽബ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ മാംസകഷ്ണം എന്താണ്? അത് ഖൽബാണ് എന്നുള്ളതാണ്. അത് ഖൽബാണ്. ഹസൻ അൽ ബസ്രി റഹിമഹുല്ലാഹ് പോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞു കാണാം, അല്ലാഹു തആല നിങ്ങളിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് ഇസ്ലാഹുൽ ഖൽബാണ്, ഖൽബിനെ നന്നാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ആ ഖൽബിന്റെ അടിസ്ഥാനത്തിലാണ് ശരീരത്തിന്റെ കർമ്മങ്ങൾ നിലനിൽക്കുന്നത് എന്നാണ് നമ്മൾ പറയാനുള്ള കാരണം. ഈ കിതാബ് ഇക്സീർ എന്ന് പറഞ്ഞാൽ തന്നെ മദാരിജ് സാലിക്കീനിലെ ഖുലാസത്തു അഅമാലിൽ ഖുലൂബ് മിൻ മദാരിജ് സാലിക്കീൻ എന്നാണ്. മദാരിജ് സാലിക്കിന്റെ ഖൽബിന്റെ അഅമാലുകളെ ക്രോഡീകരിച്ചെടുത്തിട്ടുള്ളതാണ് നമ്മൾ വായിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള കിതാബ്. അപ്പോൾ ഈ ഒരു കാര്യം ഇന്ന് പലപ്പോഴും നമ്മൾ തന്നെ ചിന്തിക്കാതെ പോകുന്ന ഒരു കാര്യമാണ്. നമ്മൾ ആലോചിച്ച് നോക്കിയും, നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യവും ശരീരത്തിന്റെ സൗന്ദര്യവും ശരീരത്തിന്റെ രൂപവും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കും. അതിനെന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ഇടയ്ക്കിടയ്ക്ക് പോയി പരിശോധിക്കും. അതിന് കുഴപ്പം വന്നാൽ അതിനെക്കുറിച്ച് അറിവുള്ള ആളുകൾക്ക് പോയി അതിനുള്ള പരിഹാരം തേടും. ഒക്കെ നമ്മൾ വളരെ ശ്രദ്ധിക്കുന്നതാണ്. എന്നാൽ ഖൽബിന്റെ ആരോഗ്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? അതിന് എന്തെങ്കിലും പരിഹാരം ആവശ്യമാണ്, അതിന്റെ ആരോഗ്യം എങ്ങനെ ഉണ്ട് എന്ന് നമ്മൾ ആലോചിക്കാറുണ്ടോ? അതിന് അതിന്റെ സൃഷ്ടാവായിട്ടുള്ള അള്ളാഹുമായിട്ടുള്ള ബന്ധം എത്രയാണ് നമ്മൾ ആലോചിക്കാറുണ്ടോ? അള്ളാഹു തആല നോക്കുന്നത് നമ്മുടെ ഖൽബിലേക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നോക്കൂ, ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ സുവരിക്കും വ അംവാലിക്കും, അള്ളാഹു നിങ്ങളുടെ കോലത്തിലേക്കോ ബാഹ്യമായ രൂപത്തിലേക്കോ നിങ്ങളുടെ സമ്പത്തിലേക്കോ ഒന്നുമല്ല നോക്കുന്നത്. വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും വ അഅമാലിക്കും, അള്ളാഹു പക്ഷെ നോക്കുന്നത് നിങ്ങളുടെ ഖൽബുകളിലേക്കാണ്, അതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങളിലേക്കാണ്. വേറെയും ഹദീസുകൾ കാണാം, അത്തഖ്വ ഹാഹുന, തഖ്വയുടെ സ്ഥാനം ഇതാണെന്ന് പറഞ്ഞു. ഇത് തഖ്വയുടെ സ്ഥാനം ഖൽബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തെന്താവാന്നാണോ? അല്ല, തഖ്വ ഉണ്ടെങ്കിൽ അതിന്റെ അടയാളം പുറത്ത് കാണും, അതിന്റെ അടയാളം പുറത്ത് കാണും. അപ്പോ ഖൽബ് എന്നുള്ളത് അത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഖൽബിന്റെ ആരോഗ്യം അത്രയും പ്രധാനപ്പെട്ട കാര്യമാണ്. ശരീരത്തിന്റെ സുരക്ഷിതമായ അവസ്ഥയെക്കാളും മറ്റെന്തിനേക്കാളും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മുടെ ഖൽബിന്റെ അവസ്ഥ എന്താണെന്നുള്ളത്. അതുകൊണ്ടാണ് ഈ ആയത്തിനെ കുറിച്ച് പണ്ഡിതന്മാർ ഏറ്റവും പലപ്പോഴും ഓർമ്മപ്പെടുത്തിയതായിട്ടുള്ളത്. എന്താണ് ആയത്ത്? അല്ലാഹു തആല പറയാണ്, യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ, ഒരാൾ നാളെ പരലോകത്ത് അവന്റെ സമ്പത്ത് കൊണ്ടോ അവന്റെ സന്താനങ്ങൾ കൊണ്ടോ രക്ഷപ്പെടില്ല. ഇല്ലാ മൻ അറ്റല്ലാഹ് ബിഖൽബിൻ സലീം, അവന് രക്ഷപ്പെടാനുള്ള കാര്യം എന്താണ്? ആരാണോ സലീമായ ഖൽബ് കൊണ്ടുവരുന്നത് അവനാണ് നാളെ പരലോകത്ത് രക്ഷപ്പെടുകയുള്ളൂ. അപ്പൊ സലീമായ ഖൽബ് എന്താണെന്ന് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നത്, ഹുവല്ലദീ സലിമ മിനശ്ശിർക്ക്, ശിർക്കിൽ നിന്ന് സുരക്ഷിതമായിട്ടുള്ള, അള്ളാഹുവിനെ പങ്കു ചേർക്കുന്നതിൽ നിന്ന് സുരക്ഷിതമായിട്ടുള്ള, വൽ ഗിൽ,
വൽ ഹിഖ്ദ് വൽ ഹസദ്, അതുപോലെ തന്നെ ചതി, വഞ്ചന, അസൂയ, പക, അതുപോലുള്ള കാര്യങ്ങൾ. വശുഹ്, പിശുക്ക്. വൽ കിബ്ർ, അഹങ്കാരം. വഹുബ്ബുദ് ദുനിയ, ദുനിയാവിനോടുള്ള ഇഷ്ടം. വരിയാസ, നേതൃത്വത്തിനോടുള്ള ഇഷ്ടം, പദവിയോടുള്ള ഇഷ്ടം. ഇതിൽ നിന്നൊക്കെ ഒഴിവായിട്ടുള്ള അള്ളാഹു മാത്രം ലക്ഷ്യമായിട്ടുള്ള ഖൽബ്. അപ്പൊ അങ്ങനെ ഒരു ഖൽബ് നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ അതിനുള്ള പണി നമ്മൾ എടുക്കണം. നമ്മുടെ ഖൽബിന്റെ അവസ്ഥ എന്താണെന്ന് പരിശോധിക്കണം. അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ അമാലുൽ ഖൽബ് എന്നുള്ളത് ഖൽബിന്റെ പ്രവർത്തനങ്ങൾക്ക് അത്ര പ്രാധാന്യമുണ്ട്. ഇനി ഒന്നുകൂടി പറഞ്ഞു കഴിഞ്ഞാല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ് ഉണ്ട് നബിമാരെ കുറിച്ച് പറയാൻ. ഞങ്ങൾ നബിമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു പിതാവിന് വ്യത്യസ്ത ഭാര്യമാരിൽ ഉണ്ടായിട്ടുള്ള മക്കളെ പോലെയാണ്. പിതാവ് എന്നാണ്, ഉമ്മമാർ വേറെ ആയിട്ടുള്ള മക്കളെ പോലെയാണ് ഞങ്ങൾ നബിമാർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറഞ്ഞ ആശയമാണ് അവരുടെ വിശ്വാസം, അഖീദ ഒന്നായിരുന്നു. തൗഹീദിലേക്കാണ് എല്ലാ നബിമാരും ക്ഷണിച്ചിട്ടുള്ളത്. എല്ലാ നബിമാരും പറഞ്ഞ കാര്യം എന്താണ്? തൗഹീദാണ്. എന്നാൽ അവരുടെ ശരീഅത്ത് നിയമങ്ങൾ, അവരുടെ ഇബാദത്തിന്റെ നിയമങ്ങൾ വ്യത്യസ്തമായിരുന്നു. ചില നിസ്കാരത്തില രൂപത്തിലാവട്ടെ, എണ്ണത്തിലാവട്ടെ, നോമ്പിന്റെ എണ്ണത്തിലാവട്ടെ, ദിവസങ്ങളിലാവട്ടെ, സമയത്തിലാവട്ടെ, അങ്ങനെ പല നിയമങ്ങളിൽ വ്യത്യസ്തരായിരുന്നു. ചില പണ്ഡിതന്മാർ ഒന്നുകൂടി അതിനെ ആഴത്തിൽ വിശദീകരിച്ച് കാണാം. അതുകൊണ്ടുള്ള ഉദ്ദേശത്തിൽപ്പെട്ടതാണ് അഅ്മാലുൽ ഖൽബുകൾ എല്ലാ നബിമാരും പഠിപ്പിച്ചിട്ടുള്ളത് ഒന്നാണ്. അതായത് തൗഹീദ് പറഞ്ഞതുപോലെ തന്നെ അള്ളാഹുവിനോടുള്ള ഹുബ്ബ്, റജാ, ഖൗഫ്, തവക്കുല്, അങ്ങനെയുള്ള ഖൽബിന്റെ അമലുകൾ ഉണ്ടല്ലോ, അതെല്ലാ നബിമാരും ഒന്നാണ് പഠിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ മറ്റേതെന്താണ്? ബദനിയായിട്ടുള്ള ബാക്കിയുള്ള നിസ്കാരം, നോമ്പ്, അതിൽ വ്യത്യസ്തമാണ് എന്ന നിലയ്ക്ക്. അപ്പോൾ അഅ്മാലുൽ ഖുലൂബ് അത് അറിഞ്ഞിരിക്കുക അല്ലെങ്കിൽ അത് അറിയുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യവും നമ്മെ അള്ളാഹുവിലേക്ക് ഏറ്റവും അടുപ്പിക്കുന്ന ഒരു കാര്യമാണ്. യഥാർത്ഥത്തിൽ നമ്മളിവിടെ ജനിച്ചു വീഴുമ്പോൾ നമുക്കൊന്നുമില്ല. നമ്മുടെ ഭാര്യയില്ല, മക്കളില്ല, സമ്പത്തില്ല, കച്ചവടമില്ല, മാതാപിതാക്കൾ, ഇതൊന്നും ഇല്ലാതെ നമ്മൾ അള്ളാഹു പഠിച്ചതാണ്. അതായത് ആ നിലക്ക് നമ്മളും അള്ളാഹു മാത്രം എന്നുള്ള അവസ്ഥയിൽ നിന്നാണ് നമ്മളിവിടെ പഠിച്ചിട്ടുള്ളത്. ഈ ഭൂമിയിൽ എത്തുമ്പോൾ നമുക്ക് ഇന്ന ഇന്ന കാര്യങ്ങൾ ഓരോ സമയത്ത് ഉമ്മയുപ്പ ഉണ്ടാകുന്നു, സഹോദരന്മാരുണ്ടാകുന്നു, പിന്നെ അവിടുന്ന് അവർ അതിലൂടെ ജനിക്കുന്നു, അത് കഴിഞ്ഞ് ഭാര്യ ഉണ്ടാകുന്നു, മക്കൾ ഉണ്ടാകുന്നു, കച്ചവടം ഉണ്ടാകുന്നു. ഇതൊക്കെ കഴിഞ്ഞ് ഇതൊക്കെ വിട്ടിട്ട് തിരിച്ചു ഒന്നുമില്ലാതെ മടങ്ങിപ്പോകുന്നു. മരിക്കുമ്പോൾ എന്തെങ്കിലും കൊണ്ടുപോകുന്നുണ്ടോ? ഇല്ല, ഒന്നും കൊണ്ടുപോകുന്നില്ല. അപ്പോ ഈ ഉള്ള വസ്തുക്കൾക്കിടയിലും നമ്മുടെ ഖൽബ് അള്ളാഹുമായിട്ട് തഅല്ലുഖായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക എന്നതാണ് നമ്മൾ ചെയ്യുന്ന കാര്യം. അതായത് നമുക്ക് ഭൗതികമായിട്ടുള്ള ഈ ദുനിയാവിൽ കിട്ടുന്ന എന്ത് കാര്യവും കൂട്ടിക്കോളി, അതൊക്കെ അള്ളാഹു പറഞ്ഞതിനനുസരിച്ച് അതിനെല്ലാം കൊണ്ടുവരും. മാതാപിതാക്കളോട് നന്മ ചെയ്യണം, ആര് പറഞ്ഞതാണ്? അള്ളാഹു പറഞ്ഞതാണ്. മക്കളോട് ചെയ്യേണ്ടത്, ഭാര്യമാരോട് ചെയ്യേണ്ടത്, അയൽവാസികളോട് ചെയ്യേണ്ടത്, കച്ചവടം ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യണം, കച്ചവടത്തിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം, വരുമാനം എന്തായിരിക്കണം, അങ്ങനെ തുടങ്ങി ഓരോ കാര്യങ്ങളും അള്ളാഹു പറഞ്ഞതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ജീവിക്കുന്നത്. അപ്പോൾ ഖൽബ് എപ്പോഴും അള്ളാഹുമായി തഅല്ലുഖായി കിടക്കുന്ന അവസ്ഥ നമുക്കുണ്ടായിരിക്കണം. അതിനാണ് ഈ അഅ്മാലുൽ ഖുലൂബ് അല്ലെങ്കിൽ ഖൽബിന്റെ അമലുകൾ അറിയണം എന്ന് പറയുന്നത്. ആ ഖൽബിന്റെ അവസ്ഥകൾ അറിയുന്ന കൂടിയാണ് നമ്മുടെ ഖൽബ് ഏറ്റവും ജീവസുറ്റതാവുക. അതുപോലെ തന്നെ ഖൽബിന് ബാധിക്കുന്ന രോഗങ്ങൾ, പാപങ്ങളോടുള്ള ഇഷ്ടം, ഹറാമുകളോടുള്ള താല്പര്യം, അതിനുള്ള പ്രേരണ, അതിന് രക്ഷപ്പെടാൻ സാധിക്കുക. ഇന്ന് വളരെയധികം ദൗർഭാഗ്യമായിട്ടുള്ള കാര്യം, ആളുകൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ്. ഖൽബിന്റെ അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. കാരണം മെറ്റീരിയലിസ്റ്റിക് ലൈഫ്, ഭൗതികമായിട്ടുള്ള വസ്തുക്കളുടെ ബാഹ്യമായിട്ടുള്ള അതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് കൊണ്ട് നമ്മുടെ ഖൽബിന് ബാധിച്ചിട്ടുള്ള കസ്വത്ത് നമ്മൾ അറിയുന്നില്ല. ഖൽബിനൊരു അവസ്ഥയുണ്ട്. കസ്വത്ത് ബാധിക്കുന്ന ആദ്യഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കൂ. കുറച്ചായിക്കഴിഞ്ഞാൽ നമ്മുടെ ഖൽബിന് ജീവൻ ഉണ്ടോ ഇല്ലേ എന്ന് പോലും നമുക്ക് അറിയാൻ പറ്റില്ല. ഇങ്ങനെ ഒരു സാധനം ഉണ്ട് എന്ന് പോലും നമുക്ക് അനുഭവിക്കാൻ പറ്റൂല. ആ അവസ്ഥയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അത് യഥാർത്ഥത്തിൽ ആ ജീവസുറ്റ അവസ്ഥ അനുഭവിച്ച ഒരാൾക്ക് പിന്നീട് മനസ്സിലാക്കും. ആലോചിച്ച് നോക്കിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഹിജ്റ ചെയ്ത ജിഹാദിൽ പങ്കെടുത്തിട്ടുള്ള സ്വഹാബികളോടാണ് സൂറത്തുൽ ഹദീദിൽ അല്ലാഹു തആല ചോദിക്കുന്നത്. എന്താ ചോദിച്ചത്? അലം യഅനിലില്ലദീന ആമനു, മുഅ്മിനീങ്ങൾക്ക് സമയമായില്ലേ അവരുടെ ഖൽബ് അല്ലാഹുവിന് കീഴൊതുങ്ങാൻ എന്നുള്ളത്. അപ്പൊ ഇതെപ്പോഴും നമ്മൾ പരിശോധിച്ചിരിക്കേണ്ട കാര്യമാണ്. അതിലൂടെയാണ് റൂഹിന് ഏറ്റവും നല്ല അവസ്ഥയിൽ ശക്തിപ്പെടാൻ സാധിക്കുക. അതിലൂടെയാണ് റുഹാനിയായിട്ടുള്ള ആത്മീയമായിട്ടുള്ള ആസ്വാദനവും സന്തോഷവും സമാധാനവും ഒരാൾക്ക് കണ്ടെത്താൻ സാധിക്കുക. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ അറിയോ? ഖൽബിന്റെ അവസ്ഥയെ പരിശോധിക്കുമ്പോൾ അമലുകളുടെ പ്രതിഫലം പരിധിയില്ലാതെ വർദ്ധിക്കും. അമലുകളുടെ പ്രതിഫലം പരിധിയില്ലാതെ വർദ്ധിക്കും.
അതായത് ഒരാള് നിസ്കരിക്കുക, ആ നിസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അനുസരിച്ച് നിസ്കരിക്കുക എന്നുള്ളതിനൊരു പരിധിയുണ്ട്. എല്ലാ കാര്യവും കൃത്യമായി നിസ്കരിക്കുന്നതിന് ശരീരം കൊണ്ട് ചെയ്യുന്നതിനൊരു പരിധിയുണ്ട്. അതിനേക്കാൾ അപ്പുറത്തേക്ക് ഒരാൾക്ക് ചെയ്യാൻ പറ്റുമോ? പറ്റൂല. ഒരാൾ പഠിച്ച് അറിവ് നേടി അത് കൃത്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ അതിന്റെ മാക്സിമത്തിൽ ചെയ്യാൻ പറ്റും. എന്നാൽ അതേ അവസ്ഥയിൽ അവന്റെ ഖൽബിന്റെ അവസ്ഥ, അവന്റെ ഖുശൂഅ്, അവന്റെ ഇഖ്ലാസ്, അവന്റെ സിദ്ഖ്, ഇത് പരിധിയില്ലാതെ എന്താകും? കൂടും. പരിധിയില്ലാതെ അത് കൂടും. അതിന് എത്ര ഉണ്ടാവും എന്ന് പറയാൻ പറ്റില്ല, അത്രയും. അതുകൊണ്ടാണ് ചില അമലുകൾക്ക് ഇരട്ടി അല്ലെങ്കിൽ പരിധിയില്ലാതെ പ്രതിഫലം ഉണ്ടാകുമെന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശം അവന്റെ ഖൽബിന്റെ അവസ്ഥ അനുസരിച്ചിട്ടാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഖൽബിന്റെ പ്രവർത്തനങ്ങളെ പറ്റി അറിയുന്നത് വഴി ഖൽബിന് ഖുവ്വത്ത് ഉണ്ടാകും, ശക്തിയുണ്ട്, ദൃഢതയുണ്ടാകും. അള്ളാഹുവില് ഏറ്റവും നല്ല രീതിയിൽ ബരമേൽപ്പിക്കാനും എന്ത് പരീക്ഷണത്തിലും ക്ഷമ അവലംബിക്കാനും ഏത് പാപത്തെ നിർത്തി അവസാനിപ്പിക്കാനും എല്ലാത്തിനും ഖൽബിന് ഖുവ്വത്തുണ്ടാകുന്ന അവസ്ഥയുണ്ടാകും. അതുപോലെ ഖൽബിന് അള്ളാഹുവിന്റെ നൂറ് ലഭിക്കുന്ന, പ്രകാശം ലഭിക്കുന്ന അവസ്ഥയുണ്ടാകും. അപ്പോൾ നാം പറഞ്ഞു വന്നത് ഈ അഖദീയായിട്ട് വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. നമ്മുടെ കർമ്മങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അനുസരിച്ചിട്ടാണെന്ന് അറിയണം. സ്വഹാബികൾ അവരെങ്ങനെയാണോ ദീന് മനസ്സിലാക്കിയത്, അവരിൽ നിന്ന് ദീന് പഠിച്ച താബിഈങ്ങൾ, അതിന് താഴെയുള്ളവർ, സലഫുകൾ, അവരെങ്ങനെയാണോ ഖുർആനെയും ഹദീസിനെയും മനസ്സിലാക്കിയത്, അങ്ങനെ മാത്രമേ ദീനിനെ മനസ്സിലാക്കാനും പാടുള്ളൂ. ഇതിലെല്ലാം നമ്മുടെ ലക്ഷ്യത്തെ എന്ത് ചെയ്യരുത്? നമ്മൾ മറന്നു പോകരുത്. നമ്മുടെ ഖൽബ് എത്രത്തോളം അള്ളാഹുമായിട്ട് തഅല്ലുഖിലാണ്, എത്രത്തോളം അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റുണ്ട്, എത്രത്തോളം അള്ളാഹുവിനോടുള്ള ഇഷ്ടം നമ്മുടെ ഉള്ളിൽ നിന്ന് പരിശോധിക്കണം. ഒരിക്കലും അള്ളാഹു തആല ഇവിടെ നമ്മളെ കച്ചവടം ചെയ്യാൻ സൃഷ്ടിച്ചതല്ല. കച്ചവടം എന്തിനാ ചെയ്യണത്? അള്ളാഹിന്റെ നിയമം അനുസരിച്ച് ചെയ്യാൻ, അത് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ വിവാഹം കഴിച്ച് കുറെ കുട്ടികളുണ്ടായി അങ്ങനെ ജീവിക്കാൻ വേണ്ടി മാത്രമല്ല സൃഷ്ടിച്ചിട്ടുള്ളത്. അതെന്തിനാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ള നിയമങ്ങൾ വിവാഹം കഴിക്കുമ്പോൾ അത് പാലിക്കുന്നുണ്ടോ? വിവാഹം അള്ളാഹു പറഞ്ഞ പോലെ കഴിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ മക്കളെ അള്ളാഹു പറഞ്ഞ പോലെ വളർത്തുന്നുണ്ടോ? അത് നോക്കാനാണ്. ഏത് കാര്യം അങ്ങനെയാണ്. ഇതിന്റെ എല്ലാം അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം ഉണ്ടല്ലോ, നമ്മൾ മാത്രമേ ഉള്ളൂ ഈ ലോകത്ത്, നമ്മൾ അള്ളാഹു മാത്രം. ഖുർആനും ഹദീസും ഈ കാര്യങ്ങളുണ്ട്. ഇതെങ്ങനെയാണ് നമ്മൾ ജീവിതത്തിൽ കൊണ്ടു നടക്കുക? അത് ഈ ഭാഗങ്ങളിലേക്ക് പടർത്തുമ്പോഴാണ് നമ്മുടെ യഥാർത്ഥ ലക്ഷ്യം നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ഖൽബിന്റെ അവസ്ഥകളെ നമ്മൾ എപ്പോഴും ചിന്തിക്കണം, അത് പരിശോധിക്കണം. ഏറ്റവും നല്ല ഖൽബോടുകൂടി, ഒരു വക്രതയുമില്ലാത്ത ഖൽബോടുകൂടി അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റും അള്ളാഹുവിനോടുള്ള ഇഷ്ടവും നിറച്ചൊരു ഖൽബുമായിട്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നവനാണ് ഏറ്റവും വലിയ സൗഭാഗ്യവാൻ, ഏറ്റവും ജീവിതത്തിൽ അവന്റെ ലക്ഷ്യം പൂർത്തീകരിച്ചവനായി തീരുക. കാരണം അള്ളാഹുവിനെ ഒരാൾ എത്ര അറിയുന്നുവോ അത്രത്തോളം അവൻ അള്ളാഹുവിനെ ഇഷ്ടപ്പെടും, അത്രത്തോളം അവൻ അള്ളാഹുവിനെ ഏറ്റവും കൃത്യമായ രീതിയിൽ ഇബാദത്ത് ചെയ്യും, അത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ അവൻ മുറുകെ പിടിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ സലഫുകളുടെ മാർഗത്തിലൂടെ അതിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കും. അപ്പോൾ ഈ ലക്ഷ്യവും നമ്മുടെ ഖൽബിന്റെ അവസ്ഥയും പരിശോധിക്കണം. ഇൻഷാ അല്ലാഹ് ഈ കിതാബിൽ നമ്മൾ ആരംഭിക്കുന്നത് അഅ്മാലുൽ ഖുലൂബുകളാണ് ഇതിൽ പരാമർശിക്കുന്നത്. കിതാബിനെ കുറിച്ച് നമ്മൾ ധാരണ പറഞ്ഞു. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തെ കുറിച്ച് ചെറിയ രീതിയിൽ ഒന്ന് പറയുകയാണ്. നമ്മൾ എപ്പോഴും പറയാറുള്ളത് കൊണ്ടും പല കിതാബുകളിൽ നമ്മൾ വായിക്കാറുള്ളത് കൊണ്ടും നമ്മൾ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് മുഹമ്മദ് ഇബ്നു അബീബക്കർ ഇബ്നു അയ്യൂബ് ഇബ്നു സഅദ് അസ്-സറഈ അദ്-ദമശ്ഖി എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പേര്. ഇബ്നുൽ ഖയ്യിം അല്ലെങ്കിൽ ഇബ്നു ഖയ്യിം അൽ ജൗസി എന്നറിയപ്പെടാനുള്ള കാരണം അദ്ദേഹത്തിന്റെ ഉപ്പ ദമസ്കസിൽ ഉണ്ടായിരുന്ന ജൗസിയ എന്നുള്ള ഒരു മദ്രസയുടെ ഖയ്യിമായിരുന്നു, അഥവാ കാര്യങ്ങളൊക്കെ നോക്കി നടക്കുന്ന ആളായിരുന്നു. അതുകൊണ്ടാണ് ഇബ്നുൽ ഖയ്യിം അല്ലെങ്കിൽ ഇബ്നു ഖയ്യിം അൽ ജൗസി എന്ന പേരിൽ അറിയപ്പെടാനുള്ള കാരണം. അദ്ദേഹം ജനിച്ചത് ഹിജ്റ 691 മരണപ്പെട്ടത് വഫാത്തായത് ഹിജ്റ 751 അദ്ദേഹം മരണപ്പെടുന്നത്. 691 ജനിച്ചു 751 മരണപ്പെട്ടു. അദ്ദേഹം അറിയപ്പെട്ട ശിഷ്യനാണ് ആരുടെ? ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ളയുടെ. ചില പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, ഇബ്നു ഖയ്യിം എന്നുള്ള ശിഷ്യൻ ഉണ്ടായത് തന്നെ മതി ഇബ്നു തൈമിയക്ക്, അതുപോലെ ശിഷ്യൻ ഇബ്നു തൈമിയക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളത്. ഈ രണ്ട് ഷെയ്ഖുമാരുടെ കിതാബുകളെ മുറുകെ പിടിക്കണം, അവരുടെ നെഹ്ജ് പഠിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇമാം സഅദി റഹിമഹുള്ള എല്ലാം ബൈത്തുകൾ എഴുതിയത് കാണാം. അത്രയും ഒരു സലഫി മൻഹജിനെയും യഥാർത്ഥ ഹക്കായ ദീനിനെ പരിചയപ്പെടുത്തുന്നതിലും അതിനെതിരായിട്ടുള്ളതിനെ റദ്ദ് ചെയ്യുന്നതിലും എല്ലാം വളരെ ഉറച്ചു നിന്ന രണ്ട് പണ്ഡിതന്മാരാണ് ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് അതുപോലെ ഇബ്നു ഖയ്യിം.
ഇബ്നു ഖയ്യിം റഹിമഹുല്ലാ ദീനിന്റെ വ്യത്യസ്ത ഇൽമുകളിൽ ആഴത്തിൽ കഴിവുള്ള ആളായിരുന്നു. തഫ്സീറിലാവട്ടെ, ഹദീസില്, ഫിഖ്ഹില്, ഉസൂലില്, അഖീദയില്, ലുഗയില് വളരെ ലുഗവിയായിരുന്നു ഭാഷാപരമായിട്ട്. അതുപോലെ തന്നെ ഇൽമുൻ നഫ്സി വസ്സുലൂക്ക്, നഫ്സിനെ ശുദ്ധീകരിക്കുന്ന ഇൽമുൽ ഖുലൂബ്, തൊബീബുൽ ഖുലൂബ് എന്ന തൊബീബുൽ ഖൽബ് എന്ന പേര് വരെ അദ്ദേഹത്തിന് പറയാറുണ്ട്. അഥവാ കൽബിന്റെ വൈദ്യൻ എന്നുള്ള പേരിലൊക്കെ അറിയപ്പെടാറുണ്ട്. അദ്ദേഹത്തിന്റെ അറിയപ്പെട്ട കിതാബുകളുണ്ട്. സാദുൽ മആദ് ഫി ഹദി ഖൈറിൽ ഇബാദ് എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് വിശാലമായി പറയുന്ന, ചരിത്രം പറയുന്ന, അതായത് ആ കിതാബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പറയുന്നതിലൂടെ സുന്നത്തും ഫിഖ്ഹിയായ മസലകളും ചർച്ച ചെയ്യുന്ന വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു കിതാബാണ്. അതുപോലെ മദാരിജുസ് സാലിക്കീൻ, അതുപോലെ ഇഅ്ലാമുൽ മുവഖ്ഖഈൻ എന്നുള്ളൊരു കിതാബുണ്ട്. അത് ഉസൂലുൽ ഫിഖ്ഹുമായിട്ട് ചർച്ചകൾ. കിതാബുൽ ഇസ്ലാം എന്നൊക്കെ ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് കിതാബിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അൽ ജവാബുൽ കാഫി ലിമൻ സഅല അൻ ദവാഇ ഷാഫി, അദ്ദാഉ ദവാ എന്ന് പറയുന്ന കിതാബ് നമ്മൾ ഈ മസ്ജിദിൽ വെച്ച് അത് വായിക്കുകയുണ്ടായിട്ടുണ്ട്. അതുപോലെ ധാരാളം കിതാബുകൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൂടുതൽ അറിയപ്പെട്ടിട്ടുള്ള പണ്ഡിതനും പിന്നെ വളരെയധികം നമ്മുടെ ജീവിതത്തിൽ ഉപകരിക്കാവുന്ന രീതിയിൽ ഏത് മേഖലയിലും അഖീദയാവട്ടെ, മൻഹജാവട്ടെ, ഫിഖ് ആവട്ടെ നമുക്ക് പഠിക്കാൻ പറ്റുന്ന, പിൻപറ്റാൻ പറ്റുന്ന ഒരു പണ്ഡിതനാണ്. അപ്പോൾ നമ്മൾ വായിക്കുന്ന കിതാബിന്റെ പേരാണ് അൽ ഇക്സീർ എന്നുള്ളത്. ഇക്സീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേരെന്താ ഉദ്ദേശം? എലിക്സിർ എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന ഒരു കാര്യമാണ്. അത് പിന്നെ തൗഹീദിനെ പറ്റി ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. അൽ ഇക്സീറുൽ കീമാവി അഥവാ കെമിക്കൽ എലിക്സിർ ആണ് തൗഹീദ്. ആ തരത്തിലാണ്. അല്ലദീ ഇദാ വുദിഅ മിൻഹു മിസ്ഖാലു ദർറത്തിൻ അലാ ഖനാതിറ മിൻ നുഹാസിൽ അഅമാൽ ഖലബഹാ ദഹ്ബൻ. അതൊരു പിന്നെ ചെമ്പോ അല്ലെങ്കിൽ അതുപോലെയുള്ള എന്തെങ്കിലും ഇതിന്റെ മേലെ ഈ എലിക്സിർ ഒഴിച്ചു കഴിഞ്ഞാൽ അതൊക്കെ സ്വർണമായി തീരും. അത് ശാസ്ത്രജ്ഞന്മാരുടെ ഇടയിൽ പറയുന്നൊരു വാക്കാണ്. അതുപോലെയാണ് തൗഹീദ്. എത്ര തെറ്റുകളുണ്ടെങ്കിലും പാപങ്ങളുണ്ടെങ്കിലും അതിൽ നിന്നെല്ലാം ഒരാളെ നന്നാക്കിയെടുക്കുന്ന കാര്യമാണ് എന്നുള്ളത്. അപ്പോ യഥാർത്ഥ മദാരിജുസ് സാലിക്കീൻ എന്ന കിതാബിന്റെ മൂന്നിലൊന്നാണ് നമ്മൾ വായിക്കുന്നത്. അതിനെ മൂന്നിലൊന്നായി ചുരുക്കി എഴുതിയിട്ട് അതിനെ വീണ്ടും മൂന്നിലൊന്നായി ചുരുക്കി എഴുതിയിട്ടുള്ള കിതാബാണ് നമ്മൾ വായിക്കുന്നത്. അത് തന്നെ നമുക്ക് ആവശ്യത്തിൽ കൂടുതലായിട്ട് ഉണ്ട്. അല്ലാഹു തആല ഇത് വായിക്കുമ്പോൾ വളരെയധികം നമ്മുടെ കൽബിന് യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകിയാൽ കൽബിന് വളരെയധികം അള്ളാഹുവിലേക്ക് അടുക്കാനും നമ്മുടെ ജീവിതത്തിന്റെ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കി തരാനും ഉപകരിക്കുന്നതാണ്. കാരണം പലപ്പോഴും നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാല് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിൽ മനസ്സ് ശുഗലാകുമ്പോൾ, ഇപ്പോൾ വലിയ കച്ചവടക്കാരനാണെങ്കിൽ കച്ചവടത്തിന്റെ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാണ്ടാവും. അല്ലെങ്കിൽ കുടുംബം വലുതുള്ളവൻ, കുടുംബ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ള കാര്യം അതിനൊരുപാട് ചിന്തിക്കാണ്ടാവും. അതിന്റെ ഇടയിൽ നമ്മൾ എന്ത് മറന്നു പോകും? ഞാൻ എന്തിനാ അവിടെ ജീവിക്കുന്നത് എന്നുള്ളത് മറന്നുപോകും. ചില ആളുകൾക്ക് ഉണ്ടാവുന്നതാണ്. അവർ വിചാരിച്ചു പോകും ഞാനിവിടെ ജീവിക്കുന്നത് ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് എന്നുള്ളത്. എന്നാൽ ആ ലക്ഷ്യത്തെ ഓർമ്മപ്പെടുത്തി ശരീരം കൊണ്ട് ഏതവസ്ഥയിലാണെങ്കിലും കൽബിനെ അള്ളാഹുമായിട്ട് ബന്ധപ്പെടുത്തുന്ന ഒരു കിതാബാണിത്. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ഇത് പൂർണ്ണമായി വായിക്കാനും അത് കേൾക്കാനും അത് ഉപകരിക്കുന്നവരുടെയും കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇതിന്റെ ആമുഖമായിട്ട് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് അത് പറഞ്ഞല്ലോ, യഥാർത്ഥ കിതാബിൽ നിന്ന് ക്രോഡീകരിച്ച ഇബ്നു ഖയ്യിം തന്റെ വാക്കുകളാണ്, എന്നാൽ ചുരുങ്ങിയ വാക്കുകളിൽ ക്രോഡീകരിച്ചിട്ടുണ്ട് മാത്രം. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് ആദ്യം ആരംഭിക്കുന്നത് റബ്ബി യസ്സിർ വഅഇൻ, അല്ലാഹുവേ എളുപ്പമാക്കണമേ, സഹായിക്കണമേ എന്നുള്ള ഒരു ദുആയോടുകൂടിയാണ് ഇതിന്റെ ആമുഖം, തുടക്കം ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് എഴുതുന്നത്. നമുക്കറിയാം ഏതൊരു കാര്യവും നമുക്ക് ചെയ്യണമെങ്കിലും എന്ത് വേണം? അള്ളാഹുവിന്റെ തൗഫീഖ് വേണം. അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക്, അള്ളാഹുവിനെ ഓർക്കാനും അള്ളാഹുവിനെ നന്ദി കാണിക്കാനും അള്ളാഹുവിനെ ആരാധിക്കാനും എന്ത് വേണം? അള്ളാഹുവിന്റെ തൗഫീഖും സഹായം വേണം. ഏത് കാര്യത്തിനും വേണം. ഇത് എഴുതുമ്പോഴും അദ്ദേഹം ആ രീതിയിലാണ് എഴുതിയിട്ടുള്ളത്. അദ്ദേഹം ആദ്യം ഹംദും സലാത്തുമാണ്, അതൊന്ന് വായിക്കാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു റബ്ബുൽ ആലമീൻ വഇലാഹുൽ മുർസലീൻ വഖയ്യൂമുസ് സമാവാതി വൽ അർളീൻ വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അൽ മബ്ഊസ് ബിൽ കിതാബിൽ മുബീൻ അൽ ഫാരിഖ് ബൈനൽ ഹുദാ വൽ ളലാൽ വൽ ഗയ്ർ വൽ റശാദ് വശക്ക് വൽ യഖീൻ. അല്ലാഹുവിനെ ഹംദ് ചെയ്തു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാത്ത് ചെയ്തു. അത് വേറെ വ്യത്യസ്ത വാക്കുകൾ കൊണ്ട് ചെയ്തു എന്ന് മാത്രം. അൻസലഹു ലിനഖറഅഹു തദബ്ബുറൻ, അല്ലാഹു സുബ്ഹാനഹു വതആല ഈ കിതാബിനെ, ഖുർആനിനെ ഇറക്കിയിട്ടുള്ളത് ഉറ്റാലോചിക്കേണ്ട, ചിന്തിക്കേണ്ട ഒരു വസ്തുവായിട്ടാണ്. വതഅമ്മലഹു തബസ്സുറൻ വനസ്അദ ബിഹി തദക്കുറൻ, അതുപോലെ തന്നെ ആഴത്തിൽ ഉറ്റാലോചിക്കേണ്ട, ഓർമ്മിക്കേണ്ട കാര്യമായിട്ടാണ്. അതായത് അള്ളാഹുവിലേക്ക് നമുക്ക് അടുപ്പിക്കാനുള്ള, നമുക്ക് അടുക്കാനുള്ള
അള്ളാഹുവിൻ്റെതായിട്ട് അല്ലെങ്കിൽ അള്ളാഹുവിന്റെ സിഫത്തിൽ അള്ളാഹുവിന്റെ കലാമായിക്കൊണ്ട് നിൽക്കുന്ന കാര്യം എന്താണ്? ഖുർആനാണ്. ആ ഖുർആൻ എത്ര മുറുകെ പിടിക്കുന്നുവോ, അതിനെക്കുറിച്ച് എത്ര ഉറ്റാലോചിക്കുന്നുവോ, അതാണ് നമ്മെ നേരായ പാതയിൽ ഉറപ്പിച്ചിരുത്തുള്ളൂ. ഖുർആനിൽ നിന്ന് നമ്മൾ അകന്നോ, നമ്മൾ നേരായ പാതയിൽ നിന്ന് ഏറ്റവും വഴികേടിലാകുന്ന അവസ്ഥയുണ്ടാകും. എന്നിട്ട് പറയാൻ വനഹ്മിലഹു അലാ അഹ്സനി വുജൂഹിഹി വമആനി വനുസദ്ദിഖ അഖ്ബാറഹു വനജ്തഹിദ അലാ ഇഖാമത്തി അവാമിരിഹി വനവാഹി. ആ ഖുർആനിനെ നമ്മൾ എങ്ങനെയാണ് സ്വീകരിക്കുന്നത്? അതിന്റെ ഏറ്റവും നല്ല രീതിയിൽ സ്വീകരിക്കുകയും അതിൽ അറിയിച്ചിട്ടുള്ള കാര്യങ്ങളെ സത്യപ്പെടുത്തുകയും അതിന്റെ കൽപ്പനകളും വിരോധനങ്ങളും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്നു. نجتني ثمار علومه النافع الموسلة إلى الله سبحانه من أشجاره وريحان الحكم من بين رياضه وأزهاره. ഒക്കെ ആമുഖമായിട്ട് ജസ്റ്റ് പറയുന്ന ചില വിഷയങ്ങളാണ്. അതിലൂടെ നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ അള്ളാഹുലേക്ക് അടുക്കുന്നു, അതിനടുപ്പിക്കുന്നു എന്ന നിലക്ക്. വബഅദു, അതിനുശേഷം പറയുകയാണ് ഫലമ്മാ കമാലുൽ ഇൻസാനി ഇന്നമാ ഹുവ ബിൽ ഇൽമി നാഫിഅ. ഒരു മനുഷ്യന്റെ പൂർത്തീകരണം അവന് ലഭിക്കുന്നത് ഉപകാരപ്രദമായ അറിവിലൂടെയാണ്. എത്രത്തോളമാണോ നമുക്ക് അറിവുണ്ടാകുന്നത് അത്രത്തോളം നമ്മുടെ ജീവിത ലക്ഷ്യം അതിനെ പൂർത്തീകരിക്കാൻ നമുക്ക് സാധിക്കും. വൽ അമലു സാലിഹ്, അതുപോലെ തന്നെ അറിവിന്റെ അടിസ്ഥാനത്തിൽ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിലൂടെ വൽ അമലു സാലിഹ് കമാ ഖാല തആല, അല്ലാഹു തആല പറഞ്ഞതുപോലെ എന്ന് പറഞ്ഞിട്ട് സൂറത്തുൽ അസ്ർ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ് വൽ അസ്ർ, കാലം തന്നെയാണ് സത്യം, ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യരെല്ലാവരും നഷ്ടത്തിലാണ്. ഇല്ലല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്ത്, ആരൊക്കെ ഒഴികെ? യഥാർത്ഥ വിശ്വാസമുള്ളവർ, സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവർ, വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ, ഹഖ് കൊണ്ട് പരസ്പരം ഉപദേശിക്കുന്നവർ, ക്ഷമ കൊണ്ട് പരസ്പരം ഉപദേശിക്കുന്നവർ. അപ്പോൾ ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ ഉണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ അടിസ്ഥാനം ഇൽമിന്റെ അടിസ്ഥാനത്തിലുള്ള ഈമാനും അതുപോലെ അതനുസരിച്ചിട്ടുള്ള അമലുസ് സാലിഹാത്തുകളുമാണ്. എന്നിട്ട് പറയാണ് كان حقيقا بالإنسان أن ينفق ساعات عمره بل أنفاسه فيما ينال به المطالب العالية. ഒരു മനുഷ്യൻ അവന്റെ മേലെയുള്ള ബാധ്യതയാണെങ്കിൽ അല്ലെങ്കിൽ അവൻ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അവന്റെ ജീവിതത്തിൽ ഓരോ സമയവും അല്ലെങ്കിൽ ഓരോ നിശ്വാസവും അവൻ എന്ത് ചിന്തിക്കണം, ഈ ഒരു കാര്യം, ഈ ഉന്നതമായ കാര്യം നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളത്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ ഓരോ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോ ജീവിതം തീർന്നു പോകുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കി, നമ്മൾ ഒരു വാച്ചിലെ സൂചി കറങ്ങി തിരിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം അതിന്റെ അറ്റത്ത് നമ്മൾ ഇരിക്കുന്ന പോലെയാണ്. നമ്മുടെ ജീവിതത്തിൽ നിന്ന് അത് തീരുന്നത്, അതൊരിക്കലും തിരിച്ചു കിട്ടൂല. അതുകൊണ്ട് തന്നെ ആ സമയങ്ങൾ എന്തിനാണ് ഞാൻ ഉപയോഗിക്കുന്നത്, ചെലവഴിക്കുന്നത് എന്ന് ഓരോരുത്തരും ഈ ഒരു ലക്ഷ്യമുണ്ടോ എന്നുള്ളത് പ്രത്യേകമായി ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ വയഖ്ലുസ ബിഹി മിനൽ ഖുസ്റാനിൽ മുബീൻ, ഏറ്റവും വലിയ നഷ്ടത്തിൽ നിന്ന് ഈ ഒരു ജീവിതം കിട്ടിയിട്ട് മരിച്ചു പോകുമ്പോ ഈ ലക്ഷ്യം, നമ്മൾ ആദ്യം പറഞ്ഞ ലക്ഷ്യമൊന്നും പൂർത്തീകരിക്കാതെ നഷ്ടക്കാരനായിട്ടാണോ പോകുന്നത് അതിനെ കുറിച്ച് അവൻ ചിന്തിക്കുകയും അതിൽ ആ ഉപകാരപ്രദമായ രീതിയിൽ സമയം ഉപയോഗിക്കുകയും വേണം. وليس ذلك إلا بالإقبال على القرآن وتفهمه وتدبره. അത് നേടിയെടുക്കാൻ എന്തുകൊണ്ടല്ലാതെ സാധിക്കൂല? ഖുർആനിലേക്ക് തിരിഞ്ഞ് ആ ഖുർആനിനെ ഉറ്റാലോചിച്ച് അതിനെ തഫഹും മനസ്സിലാക്കിക്കൊണ്ട് ഖുർആൻ പാരായണം ചെയ്യുന്നതിലൂടെയും പഠിക്കുന്നതിലൂടെയും അല്ലാതെ ഒരാൾക്ക് ഈ കാര്യം നേടിയെടുക്കാൻ സാധിക്കില്ല. വൈസ്തിഖ്റാജ് കുനൂസിഹി, അതുപോലെ ഖുർആനിലുള്ള നിധികളെ പുറത്തെടുക്കാതെ, വഈസാറതി ദഫാഇനിഹി, അതിൽ മൂടിക്കിടക്കുന്ന കാര്യങ്ങളെ മനസ്സിലാക്കിയെടുക്കാതെ, വസർഫിൽ ഇനായതി ഇലൈഹി, അതുകൊണ്ട് ഉപകാരം വ്യത്യസ്ത തരത്തിൽ നേടാതെ, വൽ ഉഖൂഫി ബിൽ ഹിമ്മതി അലൈഹി, അതിനോടുള്ള ആ താല്പര്യം അതൊരു ലക്ഷ്യമാക്കി വെച്ച് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാതെ അതിൽ മുഴുകാതെ ഒരാൾക്ക് ജീവിതത്തിന്റെ ലക്ഷ്യം, അഥവാ ജീവിതത്തിൽ വിജയിക്കാനും നഷ്ടത്തിൽ നിന്ന് രക്ഷപ്പെടാനും സാധിക്കുകയില്ല. ഖുർആനുമായിട്ടുള്ള ബന്ധം അത്ര ശക്തമാണ്. അതായത് പിശാച് ഒരു മനുഷ്യനെ തെറ്റിക്കാൻ ശ്രമിക്കുമ്പോൾ അവൻ ആദ്യം ശ്രമിക്കുന്ന കാര്യം എന്താവും അറിയോ? ഖുർആനിൽ നിന്ന് അവനെ തെറ്റിക്കാനാണ്. കാരണം ഖുർആൻ ഏറ്റവും പാരായണം ചെയ്യുന്ന, അതിന്റെ ആശയങ്ങളെ മനസ്സിലാക്കുന്ന, അത് പഠിക്കുന്ന, അത് ഉറ്റാലോചിച്ചുകൊണ്ട് അങ്ങനെ പഠിക്കുന്ന ആളുകളുടെ അടുക്കൽ ശൈത്താൻ അടുക്കാൻ സാധിക്കില്ല. കാരണം അവനൊരു പ്രത്യേക ഹിസ്നിന്റെ അകത്താണ്, പ്രത്യേക സംരക്ഷണ വലയത്തിന്റെ അകത്താണ്. അവനെ പിശാചിൽ നിന്ന് തെറ്റിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ആവർത്തിച്ച് സംഭവിക്കുന്നുണ്ട്, നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നില്ല, അതിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റുന്നില്ല എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഖുർആനുമായിട്ടുള്ള ബന്ധം ശക്തമാക്കി നോക്കി, അതിൽ നിന്ന് രക്ഷപ്പെടുന്ന, നമ്മൾ അറിയാതെ അതിനൊരു സംരക്ഷണം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകും. എന്ന് പറയാണ് ഫൈന്നഹു അൽ കഫീലു ബിമസാലിഹിൽ ഇബാദി ഫിൽ മആശി വൽ മആദ്.
ഖുർആനാണ് ദുനിയാവിലും പരലോകത്തും ഒരു മനുഷ്യന്റെ നന്മകളുടെ കഫീല്, അഥവാ കഫീലാണ് സ്പോൺസർ, അഥവാ രക്ഷപ്പെടുത്താനുള്ള ആൾ. വൽമൂസി ലഹും ഇലാ സബീൽ റഷാദ്, ഏറ്റവും നല്ല മാർഗത്തിലേക്ക് എത്തിക്കുന്നതും ഖുർആനാണ്. അപ്പൊ ഖുർആൻ കൊണ്ട് നമുക്ക് പരലോകത്ത് രക്ഷ ലഭിക്കുകയുള്ളൂ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, أشهد أن محمدًا رسول الله، أشهد أن محمدًا رسول الله. حي على الصلاة، حي على الصلاة، حي على الفلاح، حي على الفلاح. الله أكبر، الله أكبر، لا إله إلا الله. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഇതിന്റെ ആരംഭത്തിൽ ഖുർആൻ കൊണ്ടാണ് ഈ ലക്ഷ്യം പൂർത്തീകരിക്കാൻ, അഥവാ അള്ളാഹുവിലേക്ക് അടുക്കുക അല്ലെങ്കിൽ നേരായ മാർഗത്തിലാവുക എന്ന് സാധിക്കുകയുള്ളൂ, കാരണം അതിനാണ് ഖുർആൻ ഇറക്കിയിട്ടുള്ളത് എന്ന് പറഞ്ഞതിന് ശേഷം അതിൽ പറയുകയാണ്, വനഹ്നു ബിഔനില്ലാഹ്, അള്ളാഹുവിന്റെ സഹായം കൊണ്ട് നാം ഇതാ നുനബ്ബിഹു അലാ ഹാദാ ബിൽ കലാമി അലൽ ഫാത്തിഹത്തിൽ കിതാബ് ഉമ്മുൽ ഖുർആൻ, ഈ ഒരു വിഷയത്തെ നമ്മൾ ആരംഭിക്കുന്നത് അല്ലെങ്കിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുന്നത്, ഈ കിതാബ് സംസാരിക്കുന്നത് ഫാത്തിഹത്തുൽ കിതാബ്, സൂറത്തുൽ ഫാത്തിഹ ഉമ്മുൽ ഖുർആൻ, ഖുർആനിന്റെ പ്രധാനപ്പെട്ടത് എന്നറിയുന്ന ഈ സൂറത്തിനെ പറ്റി സംസാരിച്ചുകൊണ്ടാണ്. വഅലാ ബഅദി മാ തളമ്മനത്ഹു ഹാദിഹി സൂറ മിൻ ഹാദിഹിൽ മതാലിബ്, ഈ ഒരു ലക്ഷ്യം, അള്ളാഹു എന്നുള്ള ലക്ഷ്യം അല്ലെങ്കിൽ എന്തിനാണോ സൃഷ്ടിക്കപ്പെട്ടത് അത് പൂർത്തീകരിക്കുന്നതിന് ഈ സൂറത്തുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ചില കാര്യങ്ങളെ പറഞ്ഞുകൊണ്ടാണ് ഇത് തുടങ്ങുന്നത്. വമാ തളമ്മനത്ഹു മിൻ മനാസിലിസ് സായിരീൻ, അതുപോലെ തന്നെ മനാസിലിസ് സായിരീൻ എന്നുള്ള ഇമാം ഹറവിയുടെ കിതാബിൽ ബന്ധപ്പെട്ടും കൂട്ടിയിട്ടാണ് ഇതിനെ ആ കിതാബല്ല, അതിന്റെ ഉദ്ദേശം മനാസിലിസ് സായിരീൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്ക് യാത്ര ചെയ്യുന്ന ആളുകൾ എത്തുന്ന സ്ഥാനങ്ങൾ. അപ്പോൾ ഖുർആനിലൂടെയാണ് നമുക്ക് ഇതൊക്കെ നേടിയെടുക്കാൻ സാധിക്കുക. അതിൽ സൂറത്തുൽ ഫാത്തിഹയെ പറഞ്ഞുകൊണ്ട് പിന്നീട് അതിന്റെ ഇടയിലുള്ള ഓരോ ഘട്ടങ്ങളെ പറയുകയാണെന്ന്. ഇതിവിടെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ കിതാബിന്റെ പേരെന്താ നമ്മൾ പറഞ്ഞത്? മദാരിജുസ് സാലിക്കീൻ ബൈന മനാസിൽ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നാണ് പറഞ്ഞത്. ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ. ഇയ്യാക നഅ്ബുദു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ എന്താവുക, മാത്രം പരമേൽപ്പിക്കുക എന്നുള്ളതാണ്. ഇയ്യാക നഅ്ബുദു ലില്ലാഹ് എന്നുള്ള പദത്തിന്റെ അർത്ഥമാണ്, ഇയ്യാക നസ്തഈൻ ബില്ലാഹ് എന്നുള്ള പദത്തിന്റെ അർത്ഥമാണ്. ഇത് പൂർത്തീകരിക്കലാണ് നമ്മുടെ ജീവിതത്തിന്റെ ഉദ്ദേശം. ഇതാണ് നമ്മൾ ഇവിടെ തെളിയിച്ചു കൊടുക്കേണ്ടത്. അപ്പൊ ഇതിന്റെ ഇടയിൽ
ഒരു മനുഷ്യൻ എത്തിച്ചേരുന്ന സ്ഥാനങ്ങൾ, മഖാമുകൾ അല്ലെങ്കിൽ മൻസിലത്തുകളാണ് ഇതിൽ ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ടാണ് സൂറത്തുൽ ഫാത്തിഹ കൊണ്ട് ആരംഭിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് അടുത്ത ഫസ്ലുകൾ വായിക്കുമ്പോൾ കൂടുതൽ വ്യക്തമായി മനസ്സിലാകും. വമാ തളമ്മനത്ഹു മിൻ മനാസിലിസ് സായിരീൻ വമഖാമാത്തിൽ ആരിഫീൻ, അള്ളാഹുവിലേക്ക് യാത്ര ചെയ്യുന്ന ആളുകൾ എത്തിച്ചേരുന്ന സ്ഥാനങ്ങൾ, അതുപോലെ തന്നെ അള്ളാഹുവിനെ അറിയുന്ന ആളുകൾ അവരെത്തുന്ന സ്ഥാനങ്ങൾ, അതിനെപ്പറ്റിയെല്ലാം പറയുന്നു. വൽ ഫർഖ് ബൈന വസായിലിഹാ വഗായാതിഹാ വമവാഹിബിഹാ വകസ്ബിയാതിഹാ, അതുപോലെ തന്നെ അത് നേടിയെടുക്കാനുള്ള മാർഗം എന്താണ് ലക്ഷ്യം, അതായത് എന്താണ് ലക്ഷ്യമെന്നും എന്താണ് മാർഗമെന്നും വേർതിരിച്ച് മനസ്സിലാക്കി തന്നുകൊണ്ട്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് എന്താ, അധിക ആളുകളും മാർഗമാണ് ലക്ഷ്യം എന്ന നിലക്കാണ് ജീവിക്കുന്നത്. അതായത് ഇൽമ് പഠിക്കുമ്പോൾ ആ ഇൽമൊരു മാർഗമാണ് ലക്ഷ്യത്തിൽ എത്തിച്ചേരാനുള്ളത്. ആ ലക്ഷ്യം എന്താണ്, മാർഗം എന്താണ് എന്നറിയാത്ത അവസ്ഥയിലാണ് പല ആളുകളും നിൽക്കുന്നത്. അപ്പൊ അതെന്താണെന്ന് കൃത്യമായി വേർതിരിച്ച് മനസ്സിലാക്കി തരുന്ന രീതിയിൽ വബയാനി അന്നഹു ലാ യഖൂമു ഗൈറു ഹാദിഹി സൂറ മഖാമഹാ, അതുപോലെ തന്നെ സൂറത്തുൽ ഫാത്തിഹയുടെ സ്ഥാനത്ത് വേറൊരു സൂറത്തും എത്തുന്നില്ല, അല്ലെങ്കിൽ ആ സ്ഥാനത്തേക്ക് വേറൊന്നും വരുന്നില്ല എന്നുള്ളത്. വലാ യസുദ്ദു മസദ്ദഹ, അതിന് പകരം വേറൊന്നും നിൽക്കുകയില്ല. വലിദാലിക ലം യുൻസിലില്ലാഹു ഫീ തൗറാത്തി വലാ ഫിൽ ഇൻജീൽ വലാ ഫിൽ സബൂരി വലാ ഫിൽ ഖുർആൻ മിസ്ലഹാ, അതുകൊണ്ടാണ് അല്ലാഹു തആല തൗറാത്തിലോ ഇൻജീലിലോ സബൂറിലോ ഒന്നും സൂറത്തുൽ ഫാത്തിഹ ഇറക്കാതിരുന്നത്. ഖുർആനിൽ തന്നെ സൂറത്തുൽ ഫാത്തിഹ പോലെ മറ്റൊരു സൂറത്ത് ഇല്ലാത്തത്. വല്ലാഹുൽ മുസ്തആൻ വഅലൈഹി തുക്ലാൻ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. അള്ളാഹുവിനോടാണ് സഹായം ചോദിക്കാനുള്ളത്, അവന്റെ മേലാണ് ബലമേൽപ്പിക്കുന്നത്, അവനെ കൊണ്ടല്ലാതെ ഒരു കഴിവും ശക്തിയും ഇല്ല എന്ന് പറഞ്ഞാണ് ഇതിന്റെ മുഖദ്ദിമ കുറെ ഉണ്ട്. മദാരിജ് സാലിക്കീനിൽ ഇതിനേക്കാൾ കൂടുതലുണ്ട്. ഇത് ചുരുക്കിയിട്ട് അതിന്റെ ആശയം ഇതാണ് ഉൾക്കൊണ്ടിട്ടുള്ളത്. അപ്പൊ സൂറത്തുൽ ഫാത്തിഹയുടെ ആശയത്തെ പറഞ്ഞ്, അതിൽ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈന്റെ ആശയത്തെ പറഞ്ഞ്, അതിന്റെ ഇടയിൽ ഒരു മനുഷ്യൻ എത്തിച്ചേരുന്ന വ്യത്യസ്ത സ്ഥാനങ്ങളാണ് ഈ കിതാബിൽ പരാമർശിക്കുന്നത്. ഇപ്പൊ മദാരിജ് സാലിക്കീൻ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഓരോ മനസ്സിലാകും. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ സ്വബറിന്റെ മഖാമ്. അപ്പൊ നമ്മുടെ ഈ യാത്രയിൽ, നമ്മൾ അള്ളാഹുവിൽ നിന്നുള്ള അള്ളാഹുലേക്കുള്ള യാത്രയിൽ പല സന്ദർഭത്തിൽ എന്ത് കാണിക്കേണ്ടി വരും? സ്വബറിന്റെ മഖാമ് കാണിക്കേണ്ടി വരും. അതിൽ ഓരോ ആളുകൾ ഏതവസ്ഥയിലെത്തും എന്നുള്ളത് അതിൽ ചർച്ച ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് കാണിക്കേണ്ടത്? അല്ലെങ്കിൽ ശുക്രിന്റെ അവസ്ഥ നമുക്കുണ്ടാവും. നമ്മൾ ശുക്ർ കാണിക്കേണ്ട സന്ദർഭം ഉണ്ടാവും. അതെങ്ങനെയായിരിക്കണം? ദിള കാണിക്കേണ്ടതുണ്ടാകും. അതുപോലെ തന്നെ സ്വന്തത്തെ വിചാരണ ചെയ്യേണ്ട മുഹാസബത്ത് ഉണ്ടാവും. തൗബ ഉണ്ടാകും. തൗബ വിശാലമായി ഇതിൽ പറയുന്നുണ്ട്. എങ്ങനെയാണ് തൗബ, അല്ലെങ്കിൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അങ്ങനെ ഓരോ മഖാമുകളും അതെങ്ങനെയായിരിക്കണം ഉണ്ടാകേണ്ടത് എന്നാണ് ഇതിൽ പറയുന്നത്. അതായത് നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷത്തിൽ ഇത് ഏതെങ്കിലും മഖാമിൽ നമ്മൾ ഉണ്ടാകും. ഒന്നുകിൽ നമുക്കൊരു അനുഗ്രഹം ലഭിച്ച അവസ്ഥയിലാണ് ശുക്രന്റെ മഖാമിൽ നമ്മളുള്ളത്. അതെങ്ങനെയായിരിക്കണം? അതിൽ പാപം ചെയ്തു കഴിഞ്ഞാൽ തൗബയുടെ മഖാമിൽ നമ്മൾ നിൽക്കേണ്ടത്. അതെങ്ങനെയായിരിക്കണം? സബർ എങ്ങനെയായിരിക്കണം? റിള എങ്ങനെയായിരിക്കണം? അങ്ങനെ തുടങ്ങി 40 ചില്ലാനം മഖാമുകളാണ് ഈ ഒരു ഇക്സീർ എന്നുള്ള ഗ്രന്ഥത്തിൽ പരാമർശിച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് മുഴുവനായി വായിക്കാനും എടുക്കാനും ഒക്കെ നമുക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ഇത് പഠിക്കാൻ ശ്രമിക്കുക. ഇതിന്റെ PDF ലഭ്യമാണ്. അപ്പൊ അത് വായിച്ചു നോക്കിക്കൊണ്ട് PDF അല്ലെങ്കിൽ കിതാബായി പ്രിന്റ് എടുക്കുകയോ ചെയ്താൽ ഒരു ഗുണം, കൂടുതൽ പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക്, പുരുഷന്മാരോ സ്ത്രീകളാവട്ടെ, വളരെ ഉപകാരപ്രദമായിട്ടുള്ള, നമുക്ക് മരണം വരെ ഉപകാരം ലഭിക്കുന്ന പല ചിന്താർഹമായിട്ടുള്ള കാര്യം ഉണ്ടാവും. ഇത് ഖുർആനിലും ഹദീസിലൊക്കെ ഉള്ളതായിരിക്കും. പക്ഷെ മനസ്സിലാക്കാൻ മാത്രമുള്ള ഫഹ്മ് എന്തുണ്ടാവില്ല, നമുക്കുണ്ടാവില്ല. ഇത് മനസ്സിലാക്കിയെടുക്കാൻ ഒരു ബുദ്ധിയാണല്ലോ, അത് നമുക്കുണ്ടാവില്ല. അതാ പണ്ഡിതന്മാർ മനസ്സിലാക്കി നല്ല വാക്കുകളിലൂടെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാവും. അപ്പോ ഈ ഒരു മഖാമ് നമ്മുടെ ജീവിതത്തിൽ വരുമ്പോ ഞാൻ ഇന്നതാണ് ചെയ്യേണ്ടത് പല ആൾക്കും അറിയില്ല. അപ്പൊ ദീനിലെങ്ങനെ കേൾക്കും, നിങ്ങൾ ക്ഷമിക്കുന്ന ആളുകളാവണം, നിങ്ങൾ അള്ളാഹുവിന് നന്ദി കാണിക്കണം എന്നൊക്കെ പറയും. വലിയൊരു മുസീബത്ത് കാണിച്ചാൽ അവനായിരിക്കും ഒട്ടും ക്ഷമയില്ലാത്ത ആളായി ഉണ്ടാവുക. കാരണം അവർക്ക് എന്തറിയില്ല, ഞാൻ എന്താ അവിടെ ചെയ്യേണ്ടതെന്ന് അറിയില്ല. എങ്ങനെയാണ് ഈ സബർ ഞാൻ കാണിക്കേണ്ടത്, ആ മഖാമ് ഞാൻ എങ്ങനെയാണ് ചെയ്യേണ്ടത്, ശുക്ർ കാണിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവും. അപ്പൊ എങ്ങനെയാണ് ഞാനത് ചെയ്യേണ്ടത് എന്നവനറിയില്ല. അതാണ് ഇതിൽ അതിന്റെ ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള, നമുക്ക് എങ്ങനെയാണിത് തെളിയിച്ച് കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ തൗബ ചെയ്യണം. തൗബ ചെയ്യാൻ എന്താ, ഞാൻ അള്ളാഹുവിനോട് ഞാൻ തൗബ ചെയ്തിരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞു. ഇതല്ലാതെ തൗബ എങ്ങനെ ചെയ്യാൻ ആർക്കെങ്കിലും അറിയോ? ഇല്ല. എങ്ങനെ ആയിരിക്കണം തൗബ? തൗബ നമുക്ക് അറിയുന്നത് എന്താ, അതിന്റെ ബാഹ്യമായിട്ടുള്ളത് ഇങ്ങനെ തൗബ ചെയ്യണം. അത് ചെയ്താൽ ശരിയാണ്, തെറ്റാണ് എന്നല്ല. പക്ഷെ അത് എങ്ങനെ ആയിരിക്കണം, അതിന്റെ ആ ഒരു മഖാമിൽ എങ്ങനെയാണ് ആ കാര്യത്തെ നമ്മൾ ചെയ്യേണ്ടത്, അത് ഈ കിതാബിൽ നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പഠിക്കുക. ഇതോടൊപ്പം ഇത് നമ്മുടെ സ്വന്തത്തെ നന്നാക്കാനും, നമ്മൾ പഠിക്കുന്ന മറ്റുള്ള ഇൽമുകളല്ലോ, മഖാസിദായിട്ടുള്ള അഖീദയും ഫിഖ്ഹും ഒക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് എത്തിച്ചേരേണ്ട ഇത് വഴി ഇത് കാണിച്ചു തരുന്നു എന്ന് മാത്രം.
അപ്പോ അഖീദ പഠിക്കണം, അത് കിതാബുകൾ പഠിക്കണം, അതുപോലെ തന്നെ ഫിഖ്ഹിന്റെ കിതാബുകൾ, നിസ്കാരം ബാഹ്യമായിട്ട് നന്നാക്കണം. അത് രണ്ടും ചെയ്യുന്നത് എന്തിനാണ് എന്നുള്ള ഓർമ്മപ്പെടുത്തുന്ന, അതിലേക്ക് എങ്ങനെ എത്തണം എന്ന് വഴി കാണിക്കാനുള്ള ഒരു മാർഗമാണ് ഇതുപോലെയുള്ള കിതാബുകൾ. അപ്പോ ആ രീതിയിൽ നമ്മൾ ഈ കാര്യത്തെ പഠിക്കുക. തീർച്ച ഇൻഷാ അല്ലാഹ് നല്ല രീതിയിൽ ഈ കിതാബ് ഒരുപാട് ഉപകാരം ഉണ്ടാകുന്നതാണ്. നല്ല രീതിയിൽ നമ്മൾ ഉദ്ദേശിച്ച നമ്മുടെ നിയത്ത് നല്ലതാണെങ്കിൽ അള്ളാഹു വലിയൊരു തുറവി ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഖൽബിന് നൽകുന്ന ഒരു കിതാബായിട്ട് നമുക്ക് ഉപകാരപ്പെടും. അതുകൊണ്ട് ആ രീതിയിൽ അതിനെ നിയത്ത് വെച്ച് അതിനെ ആ ഒരു ആഗ്രഹത്തോടു കൂടി ഇതിനെ കണ്ടെത്തുക. ഈ ഒരു ലക്ഷ്യം നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കണം, മറ്റെന്തിനേക്കാളും അള്ളാഹുവിനെ ഇഷ്ടപ്പെടണം, ആ അള്ളാഹുവിന്റെ ഇഷ്ടം തെളിയിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് പിൻപറ്റണം, ആ സുന്നത്ത് എങ്ങനെയാണ് പിൻപറ്റുന്നത് എന്നത് സ്വഹാബികളുടെ മാർഗത്തിലൂടെ അറിയണം എന്നൊക്കെ ആഗ്രഹമുണ്ടാക്കുകയും അതിൽ തുടർന്നു പോകാൻ പ്രചോദനമേകുന്ന ഒരു കിതാബാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.